ജീവവസ്തുവാണ്. 4-ാമത്തെ മാസത്തിൽ അതിൻ്റെ പല പരിണാമങ്ങളും കഴിഞ്ഞ് ഭ്രൂണമായി അത് 4-ാമത്തെ മാസത്തിലാണ് റൂഹ് ഊതുന്നത്. അല്ലാഹു തആല അപ്പോൾ ജീവൻ ഉണ്ടാവുള്ളൂ. 4-ാമത്തെ മാസത്തിലും ഒരു കുട്ടിക്ക് അല്ലാഹ് ജീവൻ കൊടുത്തില്ലെങ്കിൽ ഒരാളെ കൊണ്ടും കൊടുക്കാൻ കഴിയില്ല, ഊതിയിട്ടില്ലെങ്കിൽ അല്ലേ. ഇനി അല്ലാഹു തആല കൊടുത്ത ജീവൻ ഉണ്ടല്ലോ, അത് നിലനിർത്താൻ ആരെ കൊണ്ടും കഴിയുമോ? ഇന്നൊരു ആരെ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് നിശ്ചയിച്ച സമയവും മരിച്ചു പോകണില്ലേ? ആരാ മരിക്കാത്ത? എത്ര വലിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കാവൽ നിന്ന് നോക്കുമ്പോഴും അവസാനം മരിച്ചു പോവാണ്. ഡോക്ടർമാർ പറയണം അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ പറയല്. അങ്ങനെയൊക്കെയാണ് പ്രയോഗങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു ആൾദൈവം പുട്ടപ്പർത്തിയിലെ ബാവ. അദ്ദേഹം പ്രവചിച്ചതിലും 10 കൊല്ലം മുമ്പ് മരിച്ചു. അറിയില്ലേ? ആളറിയില്ലേ? സായിബാവ. ഹോസ്പിറ്റലിൽ അമേരിക്കൻ ഡോക്ടർമാരുടെ സേവനം ഇങ്ങോട്ട് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ റൂമൊക്കെ. നമുക്ക് അന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് അയാൾക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ നിന്നൊക്കെയാണ് ആ സന്ദർഭത്തിൽ സേവനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ അയാൾ 83 മരിക്കും എന്ന് പറഞ്ഞ ആൾ 70 തന്നെ മരിച്ചു, അല്ലെങ്കിൽ 90 മരിക്കും എന്ന് പറഞ്ഞ ആൾ 10 മുമ്പ് മരിച്ചു. അതിലേ പറയേണ്ടുള്ളൂ. അതിലാണ് സായി ഭക്ത കുടുംബം അതിൽ നിന്ന് രാജിവെച്ച് പിന്നെ ഒരു കുടുംബം ഇസ്ലാമിലേക്ക് വന്ന കുടുംബമാണ്. നമ്മളോട് പലപ്പോഴും പറഞ്ഞ കുടുംബം. നമ്മൾ സക്കരിയ മാസ സ്കൂളുണ്ടതിന് ഒരു ടീം നേരത്തെ മരിച്ചു പോയതാണ്. അത് പറഞ്ഞപ്പോൾ മരിച്ചെങ്കിൽ അവൾക്ക് വിശ്വാസമൊന്നും പോകുമായിരുന്നില്ല. മരിക്കും. അല്ലാഹു തആല ഈ 4-ാമത്തെ മാസത്തിൽ തന്ന ജീവൻ അല്ലാഹ് തന്ന ജീവനാണ്. ആ ജീവൻ അല്ലാഹു തആല എടുക്കുമ്പോൾ ഒരാളെ കൊണ്ടത് പിടിച്ചു വെക്കാനും തടുത്തു വെക്കാനും കഴിയുന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പിന്നെ ഒടുവ് നാളിൽ നിങ്ങളുടെ നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അന്ന് ആരെങ്കിലും നരകത്തെ തൊട്ട് മോക്ഷം ലഭിക്കുകയും സ്വർഗപ്രവേശവും ലഭിച്ചെങ്കിൽ അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ്ദുന്യ ഇല്ലാ മതാഉൽ ഖുറൂർ, ഐഹിക വിഭവങ്ങൾ വഞ്ചനയുടേത് മാത്രമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? വിഡ്ഢികൾ കരുതും ഐഹിക വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വിജയമാണ്, നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ആയിന്ന് കരുതും. അത് വിഡ്ഢികൾ കരുതുള്ളൂ. അന്ന് അവിടെ ഈ ക്ഷണികമായ നൈമിഷികമായ ജീവിതം അവസാനിപ്പിച്ച് ശാശ്വതമായ ജീവിതത്തിലെത്തുമ്പോൾ അവിടെ ആർക്കെങ്കിലും നരകമുക്തി ലഭിച്ചെങ്കിൽ, ആർക്കെങ്കിലും സ്വർഗപ്രവേശം ലഭിച്ചെങ്കിൽ അവർ മാത്രമാണ് വിജയികൾ. എല്ലാവരും മരിക്കും. ഞാൻ കാസർഗോഡ് ഓതിന കാലത്താണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. അന്നത്തെ സ്കൂളിൽ വെച്ച് അനുസ്മരണം നടക്കുകയാണ്. സ്കൂൾ പള്ളി കമ്മിറ്റിൻ്റെതാണ്. പള്ളിൻ്റെ നേരം മുമ്പിലാണ്. ഞങ്ങൾക്ക് പള്ളിക്കൊന്ന് കേൾക്കാവില്ല പറയണതൊക്കെ. അവിടെ ഒരു BJP-ൻ്റെ മാഷ് അന്ന് പ്രസംഗിക്കുകയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. BJP-ൻ്റെ മാഷ് അന്ന് പ്രസംഗിക്കുകയാണ്. കുല്ലു നഫ്സിൻ, BJP-ക്കാർക്ക് ഖുർആനൊക്കെ നമ്മളേറെ മനപ്പാടാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അതാണ് ഈ ആയത്ത്. ഒരുത്തനെ കൊണ്ടും തടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ എല്ലാം കണ്ടുപിടിച്ചു, ഇനി ഒന്നും കണ്ടുപിടിക്കാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞ കാലത്തും ഖുർആൻ്റെ ഈ വെല്ലുവിളി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ജീവൻ ഒരത്ഭുതമാണ്. എന്താണ് ജീവൻ? എവിടുന്ന് വന്നു എവിടേക്ക് പോകണു പറയാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്കാരും. കുലി റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറയാനാണ് അള്ളാഹിൻ്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു. റൂഹിനെ സംബന്ധിച്ച് അവർ ചോദിക്കും. അതെൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ട വലിയൊരു സംഭവമാണ്, വലിയൊരു പ്രതിഭാസമാണ്. അത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള ഈ മൺകൂടും അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. വബദ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, ചളിമണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടി അല്ലാഹു തആല തുടങ്ങി. ഫസവ്വാഹു വനഫഖ ഫീഹി മിൻ റൂഹി, പിന്നെ അള്ളാഹ് അവൻ്റെ റൂഹ് ഊതുകയും ചെയ്തു. അപ്പോഴാണ് അള്ളാഹ് ഊതിയതാണ്. ഒരുത്തിനെ കൊണ്ട് ഊതാൻ കഴിയൂല. കുട്ടിക്ക് അനക്കല്ല, ജീവല്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. പല ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അടുത്ത ദിവസം ഞാൻ ജുമയ്ക്ക് ഇങ്ങനെ ഓതാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരുത്തം വിളിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് വിളിക്കണം തോന്നുന്നുണ്ട്. എന്താ വിധി? കുട്ടി ഇങ്ങനെ ജീവല്ലാതൊക്കെ വന്നാൽ എന്താ വിധി? അപ്പോൾ കുട്ടി വരുന്നില്ല, കുട്ടീനെ വരുത്താണ്. ഡോക്ടർ പറഞ്ഞൊക്കെ എടുത്ത് ഒഴിവാക്കാൻ. ഇന്നലെ ഒരാളിങ്ങനെ ചോദിച്ചു, അപ്പം മറന്നിക്കണ്. അബോർഷൻ ചെയ്തു, അങ്ങനെ ചോര നിൽക്കണില്ല, അത് ഹേലാണോ നിഫാസാണോ എന്താണ് വിധി എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാറുണ്ട്. പിന്നെ എനിക്കത് ഓർമ്മയില്ല. ഞാൻ അബോർഷനൊക്കെ ചെയ്യാണ്. ഡോക്ടർമാർ പറയണേ ഈ കുട്ടി ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് പറ്റില്ലട്ടോ. നമുക്ക് ഡോക്ടർ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ അടുത്ത് ഒഴിവാക്കാനൊന്നും പറ്റില്ല. വൈകല്യമുള്ളവർ അങ്ങനെ ജനിക്കട്ടെ, അതുകൊണ്ടും കാര്യമുണ്ട്. ഡോക്ടർമാർ പറഞ്ഞ അതുകൊണ്ട് കുടുംബം ഇടങ്ങാറാവെന്നാണ് പറയുന്നത് ഇല്ലേ. ഞാൻ ഇന്ന സ്ഥലത്ത് എനിക്ക് ഒരുപാട് ചെറുപ്പക്കാരോടെ ക്ലാസ്സിനുണ്ട്. ചെറുപ്പക്കാർ ഭയങ്കര മഹബത്ത്. അപ്പോൾ അവർ ഒരാൾ എവിടെയും ചോദിച്ചാൽ നാട്ടിൽ തന്നെയാണെന്ന്. മറ്റൊരു പറയാം അവനോടൊപ്പം പോകാൻ പറ്റും, അവനൊരു മകളുണ്ട് നടക്കാത്ത, ആ കുട്ടീനെ നോക്കി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതൊക്കെ റഹ്മാനായ റബ്ബ് വെറുതെ ഒന്നും ചെയ്യണതല്ല. നടക്കാനൊക്കെ കഴിയണ എല്ലാ തികവും എല്ലാ പൂർണ്ണതയും ഉള്ളവരും അതൊന്നും വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഡോക്ടർമാരൊന്നും കഴിവല്ല. അള്ളാഹ് ഇങ്ങോട്ട് തികവോടെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഒരുത്തനെ കൊണ്ടും അതിന് കഴിയില്ല എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അങ്ങനത്തെ ഒരു കുട്ടീനെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെല്ലേണ്ടതെന്ന് അറിയോ?
ഇപ്പോൾ ചോദിക്കേണ്ട ആളുകൾ സുജൂദ് ചെയ്യൽ സുന്നത്തന്നെ നമുക്ക്. എന്താ സുജൂദ്? ശുക്റിൻ്റെ സുജൂദ്. ആ സുജൂദിൽ ചൊല്ലേണ്ടത് എന്താണെന്നറിയോ? സജദ വജിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതി ഫതബാറകല്ലാഹു. സജദ വജിയ, എൻ്റെ ഈ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു, ലില്ലദീ ഒരു തമ്പുരാന്, ഖലഖഹു അവനാണ് ഇതിനെ സൃഷ്ടിച്ചത്, വസവ്വറഹു ഈ രൂപം നൽകിയത്, വേറെ ആരുമില്ല, മീൻ ബാപ്പിയൊന്നുമില്ല, നമ്മൾ ഈ രൂപം നമ്മൾ നൽകിയതാണോ? വശക്ക സമഅഹു വബസറഹു ഈ കാതും കണ്ണുമൊക്കെ കീറിയത് എന്നാണ്, അവനാണ്. അതാരാണോ അവനാണ് ഈ സുജൂദ്. ബിഹൗലിഹി വഖുവ്വതി അവൻ്റെ കൂവത്ത് കൊണ്ട് മാത്രം, അവൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ കാതും കണ്ണും ഈ സൃഷ്ടിപ്പും രൂപമൊക്കെ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടാക്കളിൽ ഉത്കൃഷ്ടനായ അള്ളാഹു എത്ര അനുഗ്രഹ സമ്പൂർണനാണ്, എത്ര നല്ല സൃഷ്ടിപ്പാണ് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ്. അതാണ് ഇതിനാണ് ശുക്റിൻ്റെ സുജൂദ് പറയാം. തിലാവത്തിൻ്റെ സുജൂദിലും ഇത് തന്നെയാണ് ചൊല്ലേണ്ടത്. രണ്ടും തന്നെ ചൊല്ലേണ്ടത്, രണ്ടും സെയിമാണ്. സുജൂദോടൊക്കെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കണേ, നമുക്കൊന്നും ഈ ദിക്ർ കിട്ടൂലല്ലോ, ആരും കിട്ടൂല. ഞാൻ പിന്നെ മൂലരായതുകൊണ്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് നോക്കിയേക്കണാണ്. എന്താ ദിക്റുകളെന്ന് നമ്മളെ ഏറ്റവും വലിയ പരാജയം അതാണ്. അങ്ങനെയുള്ള അള്ളാഹ് നമുക്കറിയില്ല. നമ്മളങ്ങനെ സുജൂദ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ല ഇതിനേക്കാൾ ഒട്ടും കുറവല്ല. അത് സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, അത്യുന്നതനായ റബ്ബിൻ്റെ വിശുദ്ധി നീ വായിക്കോ, പരിശുദ്ധി. അല്ലദീ ഖലഖ അവനാണ് സൃഷ്ടിച്ചത്, ഫസവ്വ സന്തുലിതമാക്കി സൃഷ്ടിച്ചു. ആ കുട്ടീനമാർക്കായില്ല, മറ്റേ ചക്കൻ്റെമാർക്കായില്ല, സന്തുലിതമായി ഏറ്റപ്പറ്റ് തീർത്ത് സൃഷ്ടിച്ചു. വല്ലദീ ഖദ്ദറ ഫഹദ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും ഭാവി ഭാഗധേയങ്ങൾ അവൻ നിർണ്ണയിക്കുകയും അതിലേക്ക് നയിക്കുകയും ചെയ്തവൻ. എല്ലാം ഒരാൾ എത്ര കൊല്ലം ജീവിക്കും, എത്ര ശ്വസിക്കും, എത്ര ഉച്ഛ്വസിക്കും, അവൻ എത്ര സന്തോഷങ്ങളുണ്ടാവും, എത്ര ദുഃഖങ്ങളുണ്ടാവും, എത്ര റുപ്യ സമ്പാദിക്കും, എത്ര ഭക്ഷണം കഴിക്കും, എത്ര വെള്ളം കുടിക്കും, അള്ളാഹ് നിശ്ചയിച്ചതല്ലാതെ. അതൊക്കെ ആ സുജൂദിൽ കടന്നിട്ട് പറയാണ്, സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, എല്ലാ തികവും സമ്പൂർണ്ണതയുമുള്ളവനാണ്, യാതൊരു പരിമിതിയും ന്യൂനതയും ഇല്ലാത്തവനാണ്. അവനാണ് എല്ലാം ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത്, എല്ലാറ്റിനെയും പരിപാലിക്കുന്നത്. അവൻ നിശ്ചയിച്ചതെന്തോ അതാണ് അലംഘനീയമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേതൊരു അസ്തിത്വമാണോ അവൻ പരിശുദ്ധനാണ് എന്നാണ് ആ സുജൂദിൽ പറയണത്. മോമിനികളെ, സുജൂദ് നിങ്ങൾ നീച്ചാൻ തോന്നൂല, അതൊക്കെ മനസ്സിലാക്കി പറഞ്ഞാൽ. നമുക്കാണെങ്കിൽ സുജൂദിൽ എത്താൻ ഒഴിവില്ല, എൻ്റെ ഉമ്മനെ നീച്ചേണ്ടുള്ള ഇടങ്ങാറാണ്. എന്നോട് ഈ ആഴ്ച പുതുപ്പുറമ്പാരം പറഞ്ഞു, ഒരാചാരം അവിടെ വന്ന് നിൽക്കാന്. ആചാര് വിടണ്ടേ കണ്ടിട്ട് ആചാര്യനോട് പറയാണ്, എൻ്റെ ഭാര്യ ഉസ്താദേ അരമണിക്കൂറിലൊക്കെയാണ് സുജൂദ് കിടക്കുക. നമ്മളോട് എപ്പോഴും പറയില്ലേ, ഞങ്ങളുടെ അവളോട് പറയലാണ്. ഞാൻ അവളോട് പറയും, ഇജിൻ്റെ കാര്യമൊക്കെ ആ സുജൂദിൽ അള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ടോ എന്ന് ഞാൻ അവളോട് പറയലാണ്. ഇയാളിനോട് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെപ്പോഴും പറയുന്ന കാര്യമല്ലേ അത്. അപ്പോൾ കാര്യമൊക്കെ അറബിയിൽ പറയണം, അറബി കൂടുതലും മനസ്സിലിങ്ങനെ ഉണ്ടായാൽ മതി. പഠിച്ചവനെ എൻ്റെ രോഗം മാറണം, മനസ്സിൽ എൻ്റെ ജോലി ശരിയാണോ, എൻ്റെ മക്കളൊക്കെ നന്നാവണം, എൻ്റെ ഭാര്യൻ്റെ പ്രസവം സലാമത്തായി കിട്ടണം, മനസ്സിലുണ്ടായാൽ മതി. അള്ളാഹ് മനസ്സിക്കല്ലേ നോക്കുള്ളൂ. സുജൂദിൽ അങ്ങനെ കിടക്കുക. ഇപ്പം എങ്ങനെയുണ്ട് ദിക്ർ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടാക്കളിൽ ഉത്കൃഷ്ടനായ അള്ളാഹു എത്ര അനുഗ്രഹ സമ്പൂർണ്ണനാണ്. കാരണം ഈ സൃഷ്ടിപ്പിൻ്റെ മഹിമയാണത്. അയക്കാണാ പറയണത്. എങ്ങനെയുണ്ട് ദിക്ർ സാറല്ലേ? ഒരു കോഴിക്കോട് നിന്ന് വരികയാണേ, ഒരു നേരത്തെ എത്തിയാണ്. അപ്പോൾ ഞാൻ അതവരോട് ചോദിക്കാൻ കാരണം നിങ്ങളെവിടെ എന്താ നോക്കുള്ളൂ, ആദ്യമായിട്ട് വരികയാണ്. ഓലൊന്ന് വന്നോട്ടെ, ഇഞ്ഞോൾക്ക് നമുക്ക് ഗ്രൂപ്പിൽ ചേർത്തിയാൽ മതി, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒഴിവുള്ളപ്പം വന്നാൽ മതി. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചതെന്നറിയോ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിടത്ത് ഒരു പ്രശ്നം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്കൃഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരും. സൃഷ്ടാക്കളുണ്ടോ? ഒരു സൃഷ്ടാവല്ലേ ഉള്ളൂ. പറയുന്ന ജി എത്തങ്ങൾ നോക്കണം, നിങ്ങൾ ആലോചിക്കണില്ല. അതിനൊക്കെ അതിനൊക്കെ ഇപ്പോൾ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്നത് മുസവ്വിരീൻ എന്നാണ് അതിന് മുഫസ്സിരീങ്ങളൊക്കെ കൊടുത്തൊരു അർത്ഥം. രൂപകൽപ്പന ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് അള്ളാഹു. അള്ളാഹു തആലയുടെ രൂപകൽപ്പനയാണിത്. എന്താണ് ഇതിനെ വെല്ലുന്നൊന്നുമില്ല കേട്ടോ. ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയാണെങ്കിലും ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പാണെങ്കിലും സംവിധാനമാണെങ്കിലും ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിലാണ്. ഇതിലേറെ ഒരു മഹിമയോടുകൂടെ ഒന്ന് ഊഹിക്കാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വണ്ണം കുറ്റമറ്റ രീതിയിലാണ് പരമാണു തൊട്ട് പരകോടി ഗാലക്സികൾ വരെയുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും അല്ലാഹു തആല സൃഷ്ടിച്ച് സംവിധാനിച്ചതെന്നാണ് ഒക്കെ മഹിമകൾ പറയുന്നു. എന്നാൽ മനുഷ്യന്മാർക്ക് സൃഷ്ടിക്കാൻ ഒട്ടും കഴിയില്ല. ഖൽഖ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്നാണ്. ഒരു പരമാണുവിനെ പോലും ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കാൻ. ഒരു അണുവിനെ, ഒരു പരമാണു എത്ര ചെറുതാണ്, എത്ര സൂക്ഷ്മമാണ്. അതിശക്തമായ കണ്ണാടിയിലൂടെ മാത്രമേ കാണുള്ളൂ പരമാണു. അതിനെ ആറ്റം എന്നാണ് വിളിച്ചത്. ഞാൻ വായിച്ചത് ആറ്റം എന്നുള്ളൊരു ഫ്രഞ്ച് ഭാഷയും തോന്നുന്നുണ്ട്. വിഭജിക്കാനാകാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. ആ കണ്ടുപിടിച്ച കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിൽ എത്രയോ ഘടകങ്ങളും ജോഡികളും ഉണ്ട് എന്ന് കണ്ടെത്തി എന്ന് മാത്രമല്ല, ഒരാറ്റത്തിലൊരണുവിൽ
ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു സെൻറ്ററും കേന്ദ്രവും ഉണ്ട് സൂര്യൻ്റെ മാർക്ക്. അതിന് ചുറ്റും ഇലക്ട്രോണുകളോ പ്രോട്ടോണുകളോ ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 10-26ഓളം ജോഡികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിൻ്റെ ഒരു മോഡലാണ് ഓരോ ആറ്റങ്ങളും അല്ലേ. സൗരയൂഥത്തിനോട് ഒരുപാട് സമാനതകൾ അണുയൂഥത്തിന് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരണുവിനെ സൃഷ്ടിക്കാൻ പോലും ഒരുത്തനെ കൊണ്ടും കഴിയൂല മുമ്പിൽ. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നാണ്. ഇവിടെ തസ്വീർ പറഞ്ഞാൽ അള്ള സൃഷ്ടിച്ച് വെച്ച ചിലതിനാണ് കൂട്ടി ചേർത്തിട്ട് ഓരോ കോലങ്ങളൊക്കെ ഉണ്ടാക്കുക. പി അച്ഛൻ കുട്ടിക്ക് ഫോട്ടോ സഹിതം ചോദ്യം വിട്ടാണ്. ഈ കുട്ടികളെ കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, കണ്ണടക്ക് വെച്ച് കൊടുത്തിട്ട് പാവക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് കോയമുട്ടെന്ന് എന്നാൽ എനിക്ക് വന്നിക്കണ ചോദ്യം, അത് പറ്റുമോ? അത് പറ്റുമോ വെച്ചാൽ എന്താ? അത് പറ്റും. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ്. ലുഅബുൽ ബനാത്ത് എന്നാണ് അതിന് പറയുക. പെൺകുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ എന്ന്. ഇപ്പം നമ്മൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങണമല്ലേ, അയ്യാതിയൊക്കെ ഉണ്ടായിരുന്നു. അത് റസൂൽ സപ്പോർട്ട് ചെയ്താണ്. അതിലൊരു നന്മ ഉണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ അവരെങ്ങനെ മുല കൊടുക്കലും ഉറക്കലും കുളിപ്പിക്കലും മാനേജ് കൊടുക്കലും അങ്ങനെ ഒരു പരിശീലനം ഉണ്ട് പെൺകുട്ടികൾക്ക് ഇല്ലേ. അതൊക്കെ ചെയ്യില്ലേ കുട്ടികൾ? അത് ഓക്കെയാണ്, അത് പറ്റും. പിന്നെ ആൺകുട്ടികൾക്കും പറ്റും. പെൺകുട്ടികൾക്കാണ് അസലത് പറ്റിയത്, ആൺകുട്ടികൾക്കും വേണ്ടിയും പറ്റും. നമുക്ക് വലിയവർക്ക് പറ്റൂല. അപ്പോൾ ഷോക്കേസിലൊക്കെ അതിങ്ങനെ വലിയ കൗതുകമായിട്ട് വെക്കൽ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ്. ഷോക്കേസ് കുട്ടികൾക്ക് മാത്രമുള്ളതല്ലേ, നമുക്കും കൂടി ആസ്വദിക്കാനുള്ളതല്ലേ. അതേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകുക. ഉസ്താമാർ അത്തിപരിസമൊന്നും സമ്മതിക്കുന്നല്ല, ചോമ്പരമിലൊക്കെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ അതും ഒരു ഹൽക്കാണ്. അത് കണ്ണ് എന്നുള്ളത് സത്യമാണ്. കണ്ണ് തട്ടും. ആ ഫസ്റ്റ് നോട്ടം തന്നെ തെറ്റിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കാലോ. മനുഷ്യൻ്റെ രൂപം തന്നെ ഉണ്ടാക്കി വെക്കണമെന്നില്ലല്ലോ. ഹദീസിൽ ഇങ്ങനെ കുട്ടികളെ മുഖത്തൊക്കെ ഈ ചുട്ടിടണമൊക്കെ ജവാസാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണ് തട്ടാക്കാനേ മുഖത്തൊക്കെ അവളിലൊക്കെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ സംശയ അവസാനം ചോദിക്കലേക്കാണ് നന്നാകുക. മറ്റേത് ഇതിൻ്റെ ഒഴുക്ക് നിൽക്കുകയും ചെയ്യും, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ വ്യതിചലിക്കും. ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ടോന്ന് ചോദിക്കില്ല നമ്മൾ, അപ്പോൾ ചോദിക്കേക്കാരൻ നന്നാകുക എന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന് കൊടുക്കാൻ അറിയോ? ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു കൊടുത്തുള്ളത് സൃഷ്ടിപ്പ്, അഹ്സനുൽ ഖാലിഖീൻ, ഇതൊക്കെ എല്ലാ നിസ്കാരത്തിനും സുന്നത്തുണ്ട്, എല്ലാ സുജൂദിലും സുന്നത്തുണ്ട്. ഇതിലേറെ കുറച്ചും കൂടി ഉണ്ട്. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഅലി വഖുവതി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് സാധാരണ സുജൂദിൽ ചൊല്ലേണ്ടത്. സാധാരണ സുജൂദിൽ ഫർദിലും സുന്നത്തിലൊക്കെ ചെല്ലൽ സുന്നത്താണ്. റസൂൽ അങ്ങനെ ചെല്ലിക്കണം. പക്ഷേ നമുക്ക് ഫർദിൽ അങ്ങനെ ചെല്ലാൻ ചാൻസ് കിട്ടൂല. കിട്ടുമോ? ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? അങ്ങനെ ഇമാം അതൊക്കെ പാടെ ചെല്ലാൻ പാടില്ല. ഇമാം വളരെ നൈസാക്കിയിട്ട് 3 വട്ടം സുബ്ഹാന റബ്ബിൽ അഅ്ലാ ബിഹംദിഹി മാത്രമേ പറയാവൂ എന്നാണ്. ആളുകളുടെ കൂട്ടത്തിൽ തിരക്കുള്ളവരുണ്ടാവും. അവനാന് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ ഒറ്റക്കാ നിസ്കരിക്കണമെങ്കിൽ ഒക്കെ ചെല്ലാം. സുന്നത്തിലും ചെല്ലാം. അവിടെ ഖാലിഖീൻ എന്ന് പറഞ്ഞോടത്താണ് എൻ്റെ വിഷയം. സഷ്ടാക്കൾ എന്ന് പറഞ്ഞു. എവിടെ സഷ്ടാക്കൾ ഉണ്ടോ? മുസവ്വിരീങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കണം, ഓരോ കോലങ്ങളൊക്കെ ഉണ്ടാക്കണം, ചിത്രങ്ങളൊക്കെ വരക്കണം. ചിത്രങ്ങൾ ഉണ്ടാക്കൽ ഭയങ്കര തെറ്റാന്ന് ഞാനും പറഞ്ഞു. ഈ പെൺകുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് ലുഅബുൽ ബനാത്ത്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ്. അല്ലാത്ത ഫോട്ടോഗ്രാഫറും ഫോട്ടോയും മസലൊക്കെ നമ്മളൊക്കെ പറഞ്ഞല്ലോ, ആ പറഞ്ഞതിന് ഇത് ഒഴിവാണ്. എന്നാൽ അതെന്തല്ല, ഹൽക്കല്ല, അത് തസ്വീറാണ്. അഹ്സനുൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അഹ്സനുൽ മുസവ്വിരി എന്നാണ് അർത്ഥം എന്ന് അയിമത്ത് പറയുന്നു. ഞാൻ പറയണത് മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് എന്താണ്? അല്ലാഹു തആലാൻ്റെ ഈ കുറ്റമറ്റ രീതിയിലുള്ള ഈ സൃഷ്ടിപ്പ് എപ്പോഴും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഓർക്കാൻ അവസരമുണ്ട്. ഇനി നമ്മൾ സുബ്ഹാനല്ലാഹ് എപ്പോഴും പറയില്ലേ, സുബ്ഹാനല്ലാഹ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതാണ് ഓർക്കണം. അള്ളാഹ് പരിശുദ്ധനാണെന്നാൽ അള്ളാഹ് എല്ലാ തികവും സമ്പൂർണ്ണതയും ഉള്ളവനാണ്. എന്തുകൊണ്ട്? ഈ സൃഷ്ടിപ്പും ഈ നിയന്ത്രണവും ഈ പരിപാലനമൊക്കെ അവൻ്റെതാണ്. അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് പരിപാലിക്കുന്നത്, അവനാണ് ജീവിപ്പിക്കുന്നത്. ഈ ജീവൻ ആദ്യമായിട്ട് 4-ാം മാസത്തിൽ ഊതിയതവനാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നിടുന്ന മനസ്സിലായോ? ഒരു വൈകല്യമുള്ള കുട്ടീനെ നമ്മൾ കാണുമ്പോൾ ചെയ്യുന്ന സുജൂദിനെ പറ്റി പറഞ്ഞതാണ്. അവിടെ നിന്നാണ് നമ്മളിവിടേക്ക് എത്തിയത്. ആ കുട്ടീനെ ഇപ്പോൾ എടുത്ത് കളയണമെന്നാണ് അവർ പറയാം, ഡോക്ടർമാർ പറയാം. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ കൊണ്ടൊന്നും അത് പരിഹരിക്കാൻ കഴിയൂല. ഒരു നരമ്പ് കമ്മി ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ട് പരിഹരിക്കാനൊന്നും കഴിയൂല. ഇവർ പറയും ഈ കുട്ടി ജനിച്ചാൽ നിങ്ങൾ ഇടങ്ങാറാവും, ആരും ഇടങ്ങാറാവും, ആ കുട്ടി ഇടങ്ങാറാവും. ആ കുട്ടിയോട് ജനിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അതിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം മറന്നോട്ടെ, പേര് മറന്നോട്ടെ, സൈജാസോ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടി ജനിച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം, ശുക്രൻ്റെ സുജൂദൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ബതലക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. നിന്നെ അല്ലാഹ് പരീക്ഷിച്ച ഈ പരീക്ഷണത്തെ തൊട്ട് എന്നെ കാത്ത, എനിക്ക് സൗഖ്യമരുളിയ അള്ളാഹുവിനാണ് സ്തുതി. അള്ളാഹ് അവൻ സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാളും പിന്നെ എത്രയോ പോരിശയാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി കിട്ടില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളി. ഒരു വൈകല്യമുള്ളവനെ കാണുമ്പോൾ ഇങ്ങനെ പറയണം. അപ്പോൾ അങ്ങനത്തെ വേണ്ടേ? അങ്ങനത്തെ ഉള്ളതിലൊരു അർത്ഥമില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനാണ്. നമ്മൾ ഈ തികവും സമ്പൂർണ്ണത നമ്മൾ മനസ്സിലാക്കാൻ. അല്ല നമ്മൾ ഓനെക്കോട്ടുള്ള മികവുള്ളവനാണ്, ഓൻ വളരെ മോശമാണ്, അത് ഓൻ്റെ കുറ്റമാണ്, അങ്ങനെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അന്ന് ഖത്തറിൽ ലോകകപ്പ് ഉണ്ടായപ്പോൾ അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. ആ ഉദ്ഘാടനത്തിന് എന്തോ ഒരു
എന്ത് ടീമാണ് പറയാം? അതിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് ആദരിച്ചിനല്ലോ. പക്ഷെ അങ്ങനത്തെ ആളുകളെ കല്യാണത്തിന് വരെ ക്ഷണിക്കണില്ല എന്ന്, അങ്ങനത്തെ കുട്ടികളുള്ള രക്ഷിതാക്കളെ കല്യാണത്തിന് ക്ഷണിക്കണില്ല എന്ന് വാർത്ത തന്നെ കഴിഞ്ഞപ്പോൾ ഈ കുട്ടീനെ കൊണ്ടാ കല്യാണത്തിന് വിരോധിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ഓരോരോ ന്യൂനത ഉള്ള കുട്ടികളുള്ള രക്ഷിതാക്കളെ തന്നെ കല്യാണത്തിന് എന്താക്കൂല? അതാണ് പരാതി. കാരണം ആ കുട്ടികളെയും കൊണ്ട് ഓരോ വന്നാൽ എല്ലാവർക്കും ഒരു മൂഡ് പോകുന്നുള്ളതാണ് പറയുന്നത്. മൂഡ് കൂടുക ചെയ്യുക ഈമാണ്ടെങ്കിൽ. ആ കുട്ടീനെ കൊണ്ട് പഠിച്ചവനെ, ആ കുട്ടീനെ സൃഷ്ടിച്ച അതേ അത് തന്നെയാണ് എന്നെ എന്താക്കിയത്. ആ കുട്ടീൻ്റെ ആ പരിമിതി പരിഹരിക്കാനൊന്നും ഇവിടെ ഒരു ഡോക്ടറെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രസംഗം കേട്ടു, സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ. അയാൾ പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ക്യാൻസറിൻ്റേതാണ് പറയും. ക്യാൻസറിൻ്റെ ഡോക്ടർമാർ പറഞ്ഞല്ലോ, നല്ല ശ്രദ്ധിച്ചോളി, നല്ലൊരു ഉദ്ധാരണയോഗ്യമായൊരു വാക്കായിട്ട് എനിക്ക് തോന്നി. ക്യാൻസർ ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടി പറയും എനിക്ക് ക്യാൻസർ ഉണ്ടാവില്ല എന്ന്. കേൾക്കണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ എന്താ വെച്ചാലോ, അപ്പോൾ ഈ കുട്ടി പറയണമല്ലോ, ഞാൻ ക്യാൻസർ രോഗികളെ കണ്ടപ്പോഴൊക്കെ ഈ ദിക്റ് ചൊല്ലിക്കണം. ഏ ദിക്റ്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാന്ന്. അള്ളാഹ് നിന്നെ പരീക്ഷിച്ച ഈ രോഗത്തെ തൊട്ട് എനിക്ക് ആഫിയത്ത് അരുളി അള്ളാഹ്ക്കാണ് സ്തുതി എന്നുള്ള ദിക്റ് ഞാൻ എന്തായിട്ടുണ്ട്? ചൊല്ലിയിട്ടുണ്ട്. ഇത് ചൊല്ലിയാൽ അതിൻ്റെ കൂലി പറഞ്ഞത് ആ ചൊല്ലികൾക്ക് പിന്നെ ആ പരീക്ഷണം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ക്യാൻസർ രോഗിനെ കണ്ടപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി ക്യാൻസർ അങ്ങനെ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് ക്യാൻസർ ഇല്ല, ആ കുട്ടിക്ക് ഇതില്ല. എങ്ങനെ നോക്കിയിട്ടും ക്യാൻസർ കാണാൻ കഴിയും. ക്യാൻസർ ഉണ്ട് എന്ന് ഡോക്ടർമാർ വിധി ചെയ്ത കുട്ടിക്ക് പിന്നെ ക്യാൻസർ ഇല്ല. കുട്ടി തീർത്തും ഈമാനാണത്. ഇങ്ങനെ ആര് പറഞ്ഞേക്കണത്? നബി പറഞ്ഞേക്കണത്. അത് വഹീൻ്റെ വാക്കാണ്. ഞാനാണ് ഈ ക്യാൻസർ രോഗികളെ കണ്ടപ്പോഴൊക്കെ അത് ചൊല്ലിയിട്ടുണ്ട് ഈ ദിക്റ്. കണ്ടാണ് നിങ്ങൾ? ക്യാൻസർ രോഗിനെ കണ്ടാലും നമുക്ക് ഈമാൻ കൂടുക ചെയ്യാം. വൈകല്യങ്ങളുള്ളവനെ കാണുമ്പോഴും നമുക്ക് അള്ളാഹിനെ ഓർമ്മയാണ് ചെയ്യാം. വൈകല്യങ്ങളില്ലാത്തവരെ കാണുമ്പോഴും നമുക്ക് അള്ളാഹിനെയാണ് ഓർമ്മ വരുന്നത്. ഒരാൾ നല്ല തികവുള്ളവനാണ്, അപ്പോഴും ആരാണ് അവൻ അങ്ങനെ സൃഷ്ടിച്ചത്? അള്ളാഹിനെയാണ് ഓർമ്മയാകുക. എല്ലാം ആലമാണ്. അള്ളാഹു തആലാന്റെ അപാരമായ കുദറത്തിൻ്റെ, കഴിവിൻ്റെ, അത്ഭുതകരമായ കഴിവിൻ്റെ, അപാരമായ അറിവിൻ്റെ അടയാളങ്ങളാണ് ഒക്കെ. മനസ്സിലായി നിങ്ങൾക്ക്? പിന്നെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും അള്ളാഹിനെ എന്നാണ് ചോദിക്കുന്നത്. അവനാണ് ജീവൻ തന്നത്. അവിടെ ഉണ്ട് വിഷയം. ആ ജീവൻ നിലനിർത്താൻ പോലും ഒരുത്തനെ കൊണ്ടും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹിനെ നിശ്ചയിക്കാൻ പറ്റുക? നല്ല മോമിനിയങ്ങൾ ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും ആ ബോധത്തിലായിരിക്കും, എപ്പോഴും ആ ബോധ്യത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഉണരുമ്പോൾ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അല്ലദീ അഹ്യാന ബഅദ മാ അമാതന. എന്താ ദിക്റ്? ഇന്ന് ഉണർന്നപ്പോൾ ആരൊക്കെ ചൊല്ലിയതെന്ന് കയ്യം തിരിച്ചാണെന്ന് പറയണോ? അല്ല, ഇങ്ങോട്ടല്ല, കേൾക്കണവർ പലരും ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ അഹ്യാന, അവനാണ് എന്നെ ജീവിപ്പിച്ചത്. ബഅദ മാ അമാതന, എന്നെ മരിപ്പിച്ച ശേഷം. ഏതാ മരണം? ഉറക്കൊരു മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. മരിച്ചവരെ അള്ളാഹ് പിടിക്കുന്നു, മരിക്കാത്തവരെ ഉറങ്ങുമ്പോഴും അള്ളാഹ് പിടിക്കുന്നുണ്ട്. നമ്മൾ റൂഹ് അള്ളാഹിൻ്റെ കയ്യിലാണ്. അവിടെ ഉറങ്ങി ഉണരുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദ മാ അങ്ങനെ പറയും. വഇലൈഹി നുശൂർ എന്നും പറയും. ഇനി അവനിലേക്കൊരു മടക്കമുണ്ട്. അത് പറഞ്ഞ ഒരാൾ ആദ്യമായിട്ട് പള്ളിക്കേ പോവുള്ളൂ. അയാൾ പിന്നെ ആദ്യമായിട്ട് അങ്ങാടിക്ക് പോകില്ല, പള്ളിക്ക് പോകാതെ അങ്ങാടിക്ക് പോകില്ല. അവിടെ ഏറ്റവും പ്രതീക്ഷ അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സുബൈക്ക് പള്ളിക്ക് പോയ ആളുകൾക്കാണ്. ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ഇലൽ മസാജിദി ബിന്നൂരി താം യൗമൽ ഖിയാമ. ഇരുട്ടത്ത് പള്ളിക്ക് ജമാഅത്തിന് അധികമായി പോയിരുന്ന ആളുകൾക്കൊക്കെ അന്ന് ഖിയാമനാൾ നല്ല വെളിച്ചമുണ്ടാകും എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചോളി നബി എന്നുള്ള ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ഇരുട്ടത്തുള്ള ജമാഅത്ത് ഏതാ? സുബഹിയും ഇശായും. ജമാഅത്തിൽ ഏറ്റവും മുന്തിയ ജമാഅത്തും അതാണ്. അന്ന് വലിയ പ്രതീക്ഷയാണ്, നല്ല വെളിച്ചോർക്ക് ഉണ്ടാവും. മഷൈന മാഷിറ നടക്കുന്നവൻ, മഷൈന അധികം നടക്കുന്നവൻ. അല്ലാതെ ഒരു കൊല്ലത്തിൽ നബിദിനത്തിൻ്റെ അന്ന് മാത്രം പള്ളിക്ക് പോയാലൊക്കെ ഉണ്ടാവും സുബൈക്ക്. പിന്നെ പോയിട്ടില്ല, ആകെ പോയത് നബിദിനത്തിൻ്റെ അന്ന് മാത്രമാണ്. നല്ലതാണ്. ചിലപ്പോൾ അയാമിൽ കഴിച്ചുടക്കൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയല്ല. അതിന് മഷാഗ് എന്നറിയില്ല. മഷാഗ് എന്ന് പറഞ്ഞാൽ മുബാലകത്തിൻ്റെ വചനമാണ്, അധികം നടക്കുന്നവർ. അപ്പം അതുകൊണ്ട് ഞാൻ പറയണത് ഈ ദിക്റൊക്കെ ഉണ്ടല്ലോ, ഇനി അത് കഴിഞ്ഞു നിസ്കാരത്തിന് പിന്നെ പറയണത് കംപ്ലീറ്റ് അതാണ്. നിസ്കാരമൊന്നും വേണ്ട, ആദ്യമായിട്ട് നമ്മൾ മൂത്രയിച്ചാണ്ട് ഒതുർക്കൊക്കെ കാര്യം ചെയ്യാം. ആ ഒതുർക്കും അൽഹംദുലില്ലാഹി അല്ലദീ ജഅല മാ തഹൂറ. ഈ വെള്ളം പരിശുദ്ധമാക്കി തന്ന അള്ളാഹ്ക്കാണ് സ്തുതി. അപ്പോൾ നമ്മളിങ്ങനെ ജീവിപ്പിക്കണം അള്ളാഹു തആല, അതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നിസ്കാരത്തിൽ പിന്നെ അതേ ഉള്ളൂ. നിസ്കാരത്തിൻ്റെ ഉടക്കട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് 10 വട്ടം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരാധനയില്ല, വഹദഹു ഏകനാണ്, ലാ ശരീക ലഹു അവനിക്ക് പങ്കാളികൾ ഏതുമില്ല, യുഹ്യി ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് സർവ്വസ്തുതിയും അവന് മാത്രമാണ്, സർവ്വ രാജാധികാരങ്ങളും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് അള്ളാഹ് ഭരണം കൊടുത്തതാണ്. അത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു തആല എന്താവും? ചിലർ ഇപ്പോൾ ഒരു ഊഴം ഉറപ്പിച്ച് നിൽക്കുകയാണ് കാരണം അള്ളാഹു തആല ഇത് ഊരാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ നമ്മളറിയുള്ളൂ. യുഹ്യി വ യുമീത്, അവിടെ വിഷയം. യുഹ്യി അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ.
ഉണ്ടോ? ഈ ജീവൻ തന്നതവനാണ്, ഇപ്പോൾ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ സുബേസ്കാരൊക്കെ കഴിഞ്ഞു, പിന്നെയുള്ള ദിക്റൊക്കെ ചൊല്ലും, അതിലൊക്കെ അതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് റസൂലുള്ള ചൊല്ലിയത് അല്ലാഹുമ്മ ബിക അസ്ബഹന, അള്ളാഹുവേ നിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പുലർന്നത്, നേരം വെളുത്തത്. വബിക അംസേന, ഇനി നിൻ്റെ സഹായമുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരമാവും. അതിനുമാണ് നിൻ്റെ സഹായം. വൈകുന്നേരം ആണെങ്കിൽ ഓരോ ദിവസവും ചിലപ്പോഴൊക്കെ നമ്മൾ തലനാരയൊക്കെയാണ് അപകടത്തിൽ നിന്നൊക്കെ കഴിച്ചിലായി പോകുന്നത്. വബിക നഹ്യ, നിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കണത്. ഇതൊന്നും ബോധമില്ലാത്ത ഞാൻ നയിച്ചിട്ടാണ്, ഞാൻ അങ്ങനെ അധ്വാനിച്ചിട്ടാണ്, ഞാൻ 14 വയസ്സിൽ തുടങ്ങിയത്, അങ്ങനെയാണ് നിങ്ങളൊക്കെ ഞാനിവിടെ വളർത്തിയത്, ഇങ്ങനെയൊക്കെയാണ് പറയും. അന്തല്ലാത്തവൻ, ബോധമില്ലാത്തവർ. ഞാനൊരു ബോധമില്ലാത്തവരെന്നേ പറയുള്ളൂ. ബോധമുള്ള ഇങ്ങനെ പറയാം, പഠിച്ചവനെ നിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വബിക്കനമൊത്തും നിൻ്റെ തീരുമാനം അനുസരിച്ച് മരിക്കും ചെയ്യും. നിൻ്റെ തീരുമാനം അനുസരിച്ച് മരിക്കും. അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ഏത് കോലത്തിലാണ്, നിനക്ക് മാത്രം, നിൻ്റെ നിശ്ചയം, ഞങ്ങളല്ല തീരുമാനിക്കൽ. ഇങ്ങോട്ടോ വയിലേക്ക് തന്നെ ഷോറും, നിന്നിലേക്ക് മാത്രം മടങ്ങും ചെയ്യും. മരിച്ച മണ്ണായി പള്ളിപ്പറമ്പിലൊന്നും അവസാനിക്കൂല. നിൻ്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ അവസാനം ഉണ്ടാവില്ല. അനന്തമായ കാലം അള്ള ഉദ്ദേശിച്ചെടുത്ത് സ്വർഗത്തിലോ നരകത്തിലോ ഉണ്ട്. ഇത് ഫസ്റ്റ് ചൊല്ലണതാണ്. പിന്നെ അങ്ങനത്തെ ദിക്റുകളല്ലോ അങ്ങനെ വരുന്നുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, രണ്ടും ഹദീസിൽ വന്നതാണ്. രാവിലെ ചൊല്ലിടത്ത് നുസൂറും വൈകുന്നേരം മസീറോ അല്ലെങ്കിൽ അതിൻ്റെ മാറ്റമാണ്. അതെങ്ങനെയും ചൊല്ലാം, അതിനൊന്നും കുഴപ്പമില്ല. രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ എന്നാണ് റിയാദ് സ്വാലിലും ജമാഅത്തിനെ പറ്റി പറഞ്ഞ ബാബിൽ. അങ്ങനെ അതൊക്കെ ചൊല്ലി പിന്നെ നിങ്ങൾ വണ്ടി എടുത്തപ്പോൾ കോഴിക്കോട് നിങ്ങൾ വണ്ടിയിലാണ്, നിങ്ങൾ ബസ്സിനാണ് വന്നേ, ബൈക്കിലോ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ. അന്ന് റസൂലുള്ള കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തൊക്കെ കയറിയപ്പോൾ പറഞ്ഞതാ, ഇത് നമുക്ക് വിധേയപ്പെടുത്തി തന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഈ വാഹനം ഒരുക്കി തന്ന തമ്പുരാൻ എത്ര പരിശുദ്ധനാണ്. അള്ള ഒരുക്കി തന്നതാണ്. അതുകൊണ്ടാണ് അത് കരടിൻ്റെയും നരിൻ്റെ ഒക്കെ മാർക്കാണെങ്കിലും അന്ന് കുതിരനെ പറ്റി പറഞ്ഞതാണ്, ഒട്ടകത്തിനെ പറ്റി. ബൈക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ചിന്തിക്കാൻ ഇടയ്ക്കൊക്കെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ പറയും, വണ്ടിയിലിങ്ങനെ പോകുമ്പോഴൊക്കെ. ആ വണ്ടിയിൽ എന്തെല്ലാം സെറ്റപ്പുകളാണ് പഠിച്ചോനെ. ബൈക്കൊക്കെ 25 ലക്ഷത്തിൻ്റെ ബൈക്കൊക്കെ ഉണ്ടല്ലേ, അതിലപ്പുറമുണ്ടോ പറയുമ്പോൾ 40 ലക്ഷത്തിൻ്റെ ഒക്കെ ബൈക്കുണ്ട്. കേട്ടിട്ട് തന്നെ ഇപ്പോൾ പടസറപ്പേ. എൻ്റെ അവിടെ അങ്ങനെ വണ്ടി ഭ്രാന്തന്മാരൊക്കെ ഉണ്ട്. ഞാൻ തിരൂർക്ക് കൊണ്ടുവന്നിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച. ഞങ്ങൾ പിന്നെ മോനെ കൂട്ടി, മോൻ പറഞ്ഞു നിങ്ങളെ വണ്ടി എടുക്കണ്ടപ്പോൾ എൻ്റെ വണ്ടി കൊണ്ടുപോകാറാണ്. എൻ്റെ വണ്ടി തന്നെ നല്ല വണ്ടിയല്ലേ, ഞാൻ വലിയത് എടുക്കുകയാണ്, ഞാനത് വലിയ വണ്ടി വെച്ചുകൊടുക്കുകയാണ്. അപ്പം അത് ഓട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൻ്റെ അതിൻ്റെയൊക്കെ മേലുള്ള വണ്ടിയാണ്. ഓന് 2 എടുത്താൽ പിന്നെ എനിക്ക് അതിനെ വേണ്ടി വരും എന്നാവും പറയണേ ഇല്ലേ. അപ്പോഴൊക്കെ ഓർക്കണം, അതൊക്കെ അള്ളാൻ്റെ ആ സാങ്കേതിക വിദ്യയൊക്കെ ജപ്പാൻ കമ്പനിക്കൊക്കെ കൊടുത്തതിനെ അള്ള കൊടുത്തതാണ്. അതിങ്ങനെ ഓർത്തിട്ട് അള്ളാനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ വെറുതെ ഇങ്ങനെ വരും. നിങ്ങൾക്കാർക്ക് തന്നെ വരലുണ്ടോ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ? ബസ് കാത്തിക്കണമല്ലോ കാണുമ്പോഴൊക്കെ ഒരു അൽഹംദുലില്ലാഹ് പറയോ? അങ്ങനെ നമ്മളും കുറേ കാത്തുന്നില്ലേ. ഞാൻ ഇന്നലെ എൻ്റെ പെണ്ണുങ്ങളൊരു അനുഭവം പറഞ്ഞു. പണ്ട് ബസ്സിന് പോകുന്ന കാലത്തേ, അത് ഇത്ര സമയത്തൊരു ഫസ്റ്റ് ബസ് ഇന്ന സമയത്താണ്. അത് സുബഹിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണതിനനുസരിച്ച് ഇത് കട്ടൻ ചായ കുടിക്കാൻ സമയം കിട്ടൂല. അത് കട്ടൻ ചായയും മുട്ട വീങ്ങിയൊക്കെ കിട്ടുമല്ലോ രാവിലെ. അത് തിന്നിട്ട് പോകാൻ നേരമില്ല, അപ്പത്തിന് ബസ് പോകും. ഈ മുട്ട തൊള്ളിയിട്ടൊരു ഒറ്റ ഓട്ടമാണ് ഞാൻ അങ്ങാടിക്ക്. ബസ് കണ്ടെത്തി എടുക്കാന്ന് ചോദിച്ചപ്പോഴാണ് തൊള്ള തുറക്കാൻ കഴിയണ്ടേ. ഇന്നലെ എൻ്റെ പെണ്ണും കൂടി ഞാൻ പറഞ്ഞത് അനുഭവമാണ് മോമിനികൾ. പിന്നെ ഞാൻ അൽഹംദുലില്ലാഹ് പറയില്ലേ, അങ്ങനെ ഞാൻ കുറേ ക്ലാസ്സിന് വന്നാണ്. ഇപ്പോഴാണേ കഴിയോ, ഇപ്പോൾ കഴിയൂല. പിന്നെ ഒരു ആക്റ്റീവ് കൊണ്ടെടുക്കൽ തുടങ്ങിയപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് എത്രയാണ് സൗകര്യം. കാരണം മുട്ടൊക്കെ തിന്നിട്ട് പോകാൻ മതിയല്ലോ ഇല്ലേ. ഞങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ പറയുകയാണ് അഹമ്മദാക്ക. പിന്നെ നമ്മളെ എല്ലാ അലിഫ് അതിൻ്റെ ഒപ്പം അഹമ്മദാക്കൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ വണ്ടിയും കൊണ്ടെടുക്കൽ തുടങ്ങിയെന്നുള്ളത്. അഹമ്മദാക്ക ഉണ്ട്, പലരുണ്ട്, പല ഉസ്താദന്മാരുണ്ട്, എനിക്ക് മറക്കാൻ പറ്റാത്ത പലരുണ്ട്. അതൊക്കെ അള്ളയാണ്, അഹമ്മദാക്കയാണ്, മറ്റൊരാണെന്ന് ഞാൻ പറയില്ല. അതൊക്കെ അള്ള ഓരോരുത്തരെ നമുക്ക് ഇങ്ങനെ അള്ള ഒരുക്കി തരാണ്. മാനുണ്ട് അവിടെ, മാനുവിന് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് മാനുവിൻ്റെ ആക്റ്റീവ് എടുത്ത് നോക്കി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇത്തിരി മൂലേറ്റുണ്ടേ ഇങ്ങനെ കൊണ്ടെടുക്കാനൊക്കെ. ഓന് ബൈക്കുണ്ട്, ഓൻ്റെ ബൈക്കുമ്പോൾ ഇങ്ങനെ ഈ പാലപ്പുറ പള്ളിയിൽ നിന്ന് അങ്ങനെ ഓൻ പെട്ടെന്ന് പോകേണ്ടി വരികയാണ് ദർശനം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ ഈ കുട്ടി എന്താകുക എന്നുള്ളതല്ല, എൻ്റെ യാത്ര ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ള അന്നാണ് എനിക്കിത് ഓർമ്മ ചെയ്ത്. ആക്റ്റീവ് വളരെ ഈസിയെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉടനെ മാനുവിനെ വിളിച്ചു, മാനുവിനെ കൊണ്ടുപോയി നോക്കിയായിരുന്നു. അന്ന് തന്നെ എടുത്തു, ഒരു കുഴപ്പമില്ല. പണ്ടൊരു സൈക്കിളൊക്കെ ഉണ്ടായി പഠിച്ചാണ് ആരും. അവിടെ നിന്നാണ് പിന്നെ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഇപ്പോഴും ഡ്രൈവിങ്ങിന് പല പൊട്ടത്തരൊക്കെ ചെയ്യും. എന്നാലും അള്ള കാത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു 10 കൊല്ലം കയ്യിൽ അഹമ്മദാക്ക വണ്ടി കൊണ്ടെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 കൊല്ലം എന്ന് വെച്ചുകൊണ്ട് കാറ് ഇന്ന് വരെ റബ്ബ് കാത്താണ്. അതിൽ പല പൊട്ടത്തരം ചെയ്തതാണ്. ചിലപ്പോൾ ഗിയറൊക്കെ ഹാൻഡ് ബ്രേക്കൊക്കെയാണ് പിടിച്ചിനെ. ഗിയർ കണ്ട് മാറ്റുന്നത് ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ച ആളാണ് ഞാൻ. പലതും ചെയ്തേക്കണം. റബ്ബ് ഇന്ന് വരെ കാത്താണ്. ഒരു സ്ഥലത്തൊരു നിൽക്കാൻ പോയി, അപ്പോൾ റിവേഴ്സ് ഗിയറിലിങ്ങനെ നിൽക്കുകയാണ് വണ്ടി, അതിൻ്റെ ബാക്കിൽ കുണ്ടാണ്. ഞാൻ ചാട്ടാക്കിയുണ്ട് ആക്സിഡൻറ്റിനെ കൊടുക്കുകയാണ്. ബാക്കൊക്കെ പോരുന്നത് ഒരു പൊടി 1 ഇഞ്ച് വേച്ചാൽ കൊണ്ടുപോയി വിടും. അതിൽ നിന്ന് വരെ റബ്ബ് കാത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറയണം.
അൽഹംദുലില്ലാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും. എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങളുള്ളതുകൊണ്ടേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അൽഹംദുലില്ലാ വെറുതെ വരും. അതിങ്ങനെ കയറി ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഒരു തമ്പുരാൻ എത്ര പരിശുദ്ധനാണ്. സഖറ ലനാ ഹാദാ, അവനാണ് ഈ വാഹനം ഒരുക്കി തന്നത്, അവൻ മാത്രമാണ്. ജപ്പാൻ്റെ കമ്പനി ഉണ്ടാക്കൂല, ഒരു കമ്പനി ഉണ്ടാക്കൂല, അമേരിക്കൻ്റെ കമ്പനി ഉണ്ടാക്കൂല. ആ ജപ്പാൻകാരനും അമേരിക്കക്കാരനൊക്കെ ജനിച്ചപ്പോൾ എങ്ങനെയാണെന്നറിയോ? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒരു കാര്യവും അറിയാൻ പറ്റാത്ത വണ്ണമാണ് അല്ലാഹു തആല ഉമ്മാൻ്റെ ഉദരത്തിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചത്. ഒന്നും അറിയുമായിരുന്നില്ല. സുമ്മ ജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത, പിന്നെ കണ്ണും കാതും മനസ്സും മസ്തിഷ്കമൊക്കെ അള്ളാഹ് തന്നതാണ്. ലഅലക്കും തഷ്കുറൂൻ, അള്ളാഹ്ക്ക് നിങ്ങൾ ശുക്ർ ചെയ്യാൻ വേണ്ടി. എത്ര സ്ഥലത്താണ് ഖുർആൻ പറയണത്? ആ സൃഷ്ടിച്ചപ്പോൾ അതേ ബോധവും അന്തവും ഉള്ളൂ. പിന്നെ ഒരു തരിമ്പ് വിവരമില്ലാത്തവർ എത്ര ഇപ്പോഴും ഉണ്ട്. ഇല്ലേ ഇല്ലേ ഇല്ലേ? നിങ്ങളൊന്നും അങ്ങനത്തെ കണ്ടിട്ടില്ലേ? 45 വയസ്സായിട്ട് ഒന്നും അറിയില്ല, ഉമ്മാനെ അറിയില്ല, വാപ്പാനെ തിന്നണമെന്നും അറിയില്ല, കുടിച്ചണമെന്നും അറിയില്ല. അങ്ങനത്തെ മനുഷ്യന്മാരെ കണ്ടില്ലേ? നിങ്ങളോട് ഒന്നുമില്ലേ? നമ്മുടെ കണ്ട് എൻ്റെ പെരിയിൽ തന്നെ ഉണ്ട്. ഞാനെപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ഒരു പങ്കക്ക് ശരിക്കും ബുദ്ധിയൊന്നുമില്ല. ഉമ്മ എന്താ വാപ്പ എന്താണെന്നും അറിയില്ല. ഇപ്പോഴും വാരി കൊടുക്കണം, ഒരു മുറുക്ക് വെള്ളം കുടിക്കൂല, കോരി കൊടുക്കണം. മനുഷ്യനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ അവയവങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. 45 50 വയസ്സായി. എൻ്റെ നേരെ പങ്ങളെ കാര്യമാണ് ഞാൻ പറയണത്. ഞങ്ങളെ ആളുണ്ട്, ഓള് മാത്രമേ അങ്ങനെ ആയുള്ളൂ, അല്ലാത്തവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് അള്ളാഹ്. ഒരുത്തനെ കൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല. എൻ്റെ വാപ്പ ഞങ്ങളെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല, അങ്ങനെ ചികിത്സിച്ച് നോക്കിയതാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഇതിങ്ങനെ ബോധ്യവും, അള്ളാഹ് ഒപ്പം തന്നെ കാണും. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു? ഇന്നമായി റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ചെങ്കടൽ തീരത്തെ ആ നിർണായകമായൊരു സമയത്ത് വെച്ച് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതാണ് ഒരു മുഅ്മിനിൻ്റെ ബോധ്യം. എങ്ങനെയാണ് അവനെ നിഷേധിക്കാൻ കഴിയാൻ? മുഅ്മിൻ എല്ലാ കാര്യത്തിലും അള്ളാഹനെ കണ്ടുകൊണ്ടേയിരിക്കും. അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞറിയോ? അപ്പോൾ ഇതെങ്ങനെ കേട്ടോ, കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹനെ നിഷേധിക്കാൻ പറ്റുക? വകുന്തും അംവാതൻ, നിങ്ങളൊക്കെ നിർജീവ വസ്തുക്കളായിരുന്നു. അത് ശുക്ലമായ സമയത്ത്, റൂഹുദനേന് മുമ്പത്തെ അവസ്ഥ. ഫഅഹ്യാക്കും, എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ യുമീത്തുക്കും, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യും. സുമ്മ യുഹ്യീക്കും, വീണ്ടും ജീവിപ്പിക്കും. 2 വട്ടം മരിപ്പിച്ചു, 2 വട്ടം ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പം അള്ളാഹിനോട് മനുഷ്യന്മാർ പറഞ്ഞ എങ്ങനെയാണ്? ഇതിൽ ആയത്തുകളൊക്കെ കുറേ കൊടുത്തു, എനിക്ക് ഞാൻ ഒന്നും ഓതാൻ ടൈമില്ല. റബ്ബന അമത്തന സന്നത്തേനി വഹിയത്തന സന്നത്തേനി, 2 വട്ടം ഞങ്ങളെ മരിപ്പിക്കുകയും 2 വട്ടം ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹിനോട് നോക്കിയിട്ട് നാളെ ഈ നിഷേധികൾ പറയാം. നീ ഞങ്ങളെ 2 വട്ടം മരിപ്പിച്ചു. ഇപ്പം നമ്മളിപ്പോൾ 1 വട്ടം മരിച്ചു. ഏതാ? ശുക്ലമായിരുന്ന സമയത്ത് നമുക്ക് ജീവനുണ്ടോ? 4-ാം മാസത്തിലല്ലേ ജീവൻ കിട്ടിയേ? അതുവരെ മരിച്ചു കിടക്കല്ലേ? പിന്നെ ഇപ്പം നമ്മൾ ജീവിപ്പിച്ചു. ഇനി നമുക്കൊരു മരണമുണ്ട്, പിന്നെ നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ ജീവിപ്പിക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഇത് പറയുമ്പോൾ എത്ര വട്ടം ജീവിപ്പിച്ചു, എത്ര വട്ടം മരിപ്പിച്ചു? 2 വട്ടം ജീവിപ്പിച്ചു. ഇതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളാരും നമ്മളെ വലിയ മികവുകൊണ്ടും തികവുകൊണ്ടൊന്നും, അല്ലെങ്കിൽ ഉമ്മാനെയും ബാപ്പാനെയും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒന്നും കൈകൊണ്ടല്ല, അള്ളാഹിനെ കൊണ്ടാണ്. അതുകൊണ്ട് സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെ അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. സുമ്മ സ്തവാ ഇല സമായി, പിന്നെ അവൻ ആകാശത്തിലേക്ക് തുനിഞ്ഞു, ഉദ്ദേശിച്ചു എന്ന് ഞാൻ പറഞ്ഞതാണ്. ഫസവ്വാഹുന്ന, 7 ആകാശങ്ങൾ അവൻ സംവിധാനിച്ചു. സബഅ സമാവാത്തിൻ, 7 വാനങ്ങളായി. വബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാം അറിയുന്നവനാണ്. എത്രയാണ് വാക്കിൻ്റെയൊക്കെ വെയിറ്റ് അറിയുന്നത്? എല്ലാം അറിയുന്നവനാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കുറ്റമറ്റ രീതിയിൽ സംവിധാനിക്കപ്പെട്ട ഈ പ്രപഞ്ചം. ആകാശങ്ങൾ എന്താന്ന് പോലും ഇവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. 16-15 കോടി കിലോമീറ്റർ അകലത്തിലുള്ള സൂര്യനൊക്കെ ഒന്നാനാകാശത്തിൻ്റെ ചുവട്ടിലാണ്. ആ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ, സൂര്യനോളമോ അതിലും കുറവോ വലുപ്പമുള്ളതൊക്കെ അല്ലേ? അതൊരു ഗാലക്സിയാണ്. അങ്ങനത്തെ 10,000 കോടി ഗാലക്സികൾ പിടിച്ചാത്തത് പറയാം. ഗാലക്സികൾക്കിടയിലുള്ള ദൂരം ദശലക്ഷക്കണക്കിന് പ്രകാശത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് 2-3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. 15 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യൻ അവിടെ ഉദിച്ചാൽ 8 മിനിറ്റ് കൊണ്ട് ലൈറ്റ് പെടുത്തും. അപ്പോൾ സെക്കൻഡിൽ അത്ര ദൂരം അത് പോവുമെങ്കിൽ ഒരു ദിവസത്തെ എത്ര പോകും, ഒരു കൊല്ലത്തിൽ എത്രയാണ് ആ പ്രകാശവർഷം എന്നുള്ളത് എനിക്കൊന്നും ചിന്തിക്കാനേ കഴിയണില്ല. അത്രയും അകലാണ് ഗാലക്സികൾക്കിടയിൽ. ഇങ്ങോട്ട് അതിൻ്റെ ഇടയിലൊന്നും ഒരു സംഘട്ടനങ്ങളില്ല. ഇതൊന്നും അടങ്ങി നിൽക്കുകയില്ല, ഒക്കെ ഭയങ്കരമായ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശഗംഗ ഗാലക്സി മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കണമെന്ന കരീമജി നമ്മൾ പറയല് 5 ലക്ഷം. അലൈഹി സ്വലാം, 5 ലക്ഷം കിലോമീറ്റർ. ഇതൊക്കെ നിങ്ങൾ ശരിയല്ല എന്ന് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. ഇത് മൂല്യന്മാർ പറഞ്ഞതല്ല. ഈ കണക്കൊന്നും ശരിയല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിവ് ചെയ്താൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളേ. ഇത് മൂല്യന്മാർ പറഞ്ഞ് കേട്ടിട്ട് പറയല്ലേ ഞാൻ. ഇത് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ച പുസ്തകത്തിൽ വായിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇത് സത്യമായിക്കോളൊന്നും എനിക്കില്ല. ഞാൻ അത് കുറേ കാലം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും സത്യമാണ് വെച്ചിട്ട് ഇയാൾ പറയണല്ലേ ഇത് സത്യക്കാരൊന്നും കരുതണ്ട. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോളി. മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യൻ ഉൾക്കൊള്ളുന്ന ആ ഗാലക്സി, 10,000 കണക്കിന് കോടി ഗാലക്സികളുള്ള
ആ നക്ഷത്ര സമൂഹം പോണത്. അപ്പോൾ നമ്മളും പോകുന്നുണ്ട്, നല്ല ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു കേട്ടോ. ഭൂമി പോകുന്നുണ്ട്, സൂര്യൻ പോകുന്നുണ്ട്, സൂര്യൻ പോകുമ്പോൾ ഭൂമിയും പോണേ. സൂര്യൻ അങ്ങോട്ട് പോകുമ്പോൾ ഭൂമിയുടെ നിന്ന കണക്കായി. അടുത്ത മാസം എനിക്ക് ഭ്രമണത്തിൻ്റെയും പരിക്രമണത്തിൻ്റെയും ഒരു ചിത്രം അയച്ചു തന്നിട്ടുണ്ട് ഇന്നലെ. ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിൽ വിടേണ്ട നിങ്ങൾക്കത്. നമ്മൾ ഫസ്റ്റിൽ കുറേ ചർച്ച ചെയ്തതാണ്. 24 മണിക്കൂർ കൊണ്ട് സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി എന്താകുന്നു? 24 മണിക്കൂർ കൊണ്ട് കറങ്ങുന്നു. കൊല്ലത്തിലൊരുക്ക 365 ദിവസം കൊണ്ട് സൂര്യന് ചുറ്റും കറങ്ങി വരുന്നു. 2 കറക്കം നടക്കുന്നുണ്ട്. സൂര്യനാണ് ഈ വശംസു തജ്രീരി മുസ്തഖറില്ലാഹ എന്നുള്ളത് ഖുർആൻ അന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ശാസ്ത്രവും പറയുന്നുണ്ട് സൂര്യൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പുറമെയാണ് ഈ ഗാലക്സിൻ്റെ പോക്ക്. ഒക്കെപ്പാടായിട്ട് ഒരു ദിവസം നമ്മളൊരു 1 കോടിയിലേറെ കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് ഫൈജാസെ. 1000 കിലോമീറ്റർ, 1,00,000 കിലോമീറ്റർ, 1 കോടിയിലധികം. പിന്നെ 5 ലക്ഷം 24 മണിക്കൂറുണ്ട്, 1 കോടി 20 ലക്ഷമായില്ലേ. ഇങ്ങോട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതെല്ലാം ഇങ്ങനെ നോക്കാൻ പറയുന്നുണ്ട്. ഉണ്ടോ? നിങ്ങൾ കണ്ണ് തുറച്ച് നോക്കി ആകാശത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടോ, പൊട്ടലുണ്ടോ, എവിടെയെങ്കിലും ഒരു സമതുലിതത്വത്തിന് എന്തെങ്കിലും പോറലുണ്ടോ അല്ലാണ്ട് സൃഷ്ടിപ്പിൽ നിന്നാണ് ചോദിക്കണത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ യൂറോപ്പിൽ നിന്നൊരു വാർത്ത, 12,000 ആൾ മരിച്ചു പോണു. കൊടും തണുപ്പിൽ ഉറച്ചു നിൽക്കേണ്ട സ്ഥലത്ത് എന്താണ് ഉഷ്ണതരംഗം. അതാണിപ്പോൾ വലിയ വാർത്ത. നിങ്ങളൊന്നും കേട്ടിട്ടില്ല. വലിയ അപകടമല്ലേ അതൊക്കെ? നിങ്ങൾ ചിന്തിക്കണ്ടേ? ഈ പ്രപഞ്ചം അല്ലാഹുവിനെ നമുക്ക് വിരിപ്പാക്കി തന്നു, തൊട്ടിലാക്കി തന്നു, ജീവിക്കാൻ പറ്റിയ വണ്ണം വിധാനിച്ചു തന്നു ഈ ഭൂമിനെ എന്നൊക്കെ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു. അതിൻ്റെയൊക്കെ ഒരു അർത്ഥവ്യാപ്തിയിലേക്ക് നമ്മളെ ചിന്ത പോകേണ്ട ഒരു ന്യൂസാണ് അതൊക്കെ. യൂറോപ്പ് പറഞ്ഞാൽ തണുത്ത് വറക്കണ സ്ഥലമാണ്. അവിടെ ചുട്ടിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വയ്യ. 2000 കണക്കിന് ആളുകൾ മരിച്ചു പോകണു. അത് പ്രതിരോധിക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്ന ആളുകൾ, പ്രതിപക്ഷ കക്ഷികളൊക്കെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത് തടുക്കാൻ ആരെ കൊണ്ട് കഴിയണില്ല, കയ്യൂല. ഇതൊക്കെ അള്ളാൻ്റെ ഹസ്തത്തിലാണ്. അപ്പോൾ സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ. ഇവയിലെ എല്ലാറ്റിൻ്റെ നിയന്ത്രണവും ഏതൊരു തമ്പുരാൻ്റെ ഹസ്തത്തിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ യാസീലത് പറയുന്നത്, അവസാനിപ്പിക്കുന്നത്. അവലൈസല്ലദീ ഖലഖ സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിഥ്ലഹു വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം ഖുൽ യുഹ്യില്ലദീ അൻശാ അവല മറ. മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹ് അവിടെ ഖണ്ഡിക്കണത്. അവിടെ അള്ളാഹ് പറയാണ്, ഈ 7 ആകാശങ്ങളെ സൃഷ്ടിച്ച തമ്പുരാന് ഈ മനുഷ്യൻ വെൽപ്പുറമെന്ന് അവിടെ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ. എല്ലാ വസ്തുക്കളെ കടിഞ്ഞാണും നിയന്ത്രണവും ഏതൊരുത്തൻ്റെ ഹസ്തത്തിലാണോ അവൻ പരിശുദ്ധനാണ്. എല്ലാം എപ്പോഴും അവൻ്റെ കയ്യിലാണ്. ഒരു വൃക്ഷത്തിൽ നിന്ന് ഉണങ്ങിയ ഒരു ഇല കാറ്റടിച്ചാലും മുകൂല. ആര് വേണ്ടി വെക്കണം? അള്ളാഹ് അറിയണം. അതാണ് അലീം. അലീം എന്നുള്ള അർത്ഥത്തിൻ്റെ വ്യാപ്തിയിൽ അതൊക്കെ പെട്ടു. സർവജ്ഞനാണ് അള്ളാഹു. അവനെയാണോ നിങ്ങൾ നിഷേധിക്കണത് എന്നാണ് ചോദ്യം. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഇതുവരെ ഉഷ്ണതരംഗമൊന്നും ഇല്ലാതെന്നത്. ഇവിടെ എന്തെല്ലാം തരംഗങ്ങൾ ഉണ്ടാവണം. ഇവിടെ ആളുകൾ വെയിൽ അധികം ആകുമ്പം ഈ കൊല്ലമൊക്കെ 11 മണിൻ്റെ ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേനോ? ഒക്കെ പണ്ടുണ്ടായിനോ? ലോകതാപനം വലിയ അപകടമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ പഴയ പ്രസിഡൻറ്റിൻ്റെ വാക്ക് ഓർമ്മ വേണം. എന്താണ്? ഇനി 30 കൊല്ലത്തിലേറെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് അയാളുടെ ലാസ്റ്റ് പ്രസംഗം. അതാണ് ആ പ്രസംഗത്തിൻ്റെ വിഷയം. വാസയോഗ്യമായ ഗ്രഹം എന്നായിരുന്നു APJ അബ്ദുൽ കലാമിൻ്റെ അവസാന പ്രസംഗം. അയാൾ പറഞ്ഞത് ഇനി 30 കൊല്ലത്തിലേറെ ഭൂമിയിൽ പാർക്കാനൊന്നും. മറ്റേ ആ വികലാംഗൻ മരിച്ചു പോയില്ലേ, അയാളുടെ പേരെന്തേനി? ഒരു ലണ്ടനിലൊരു വികലാംഗൻ ശാസ്ത്രജ്ഞനാണ്, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. സ്റ്റീഫൻ. അയാളും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇനി ഒരു 100 കൊല്ലത്തിലപ്പുറമൊന്നും പോകില്ല എന്നുള്ളതാണ്. ഈ കൊല്ലത്തൊക്കെ വ്യത്യാസങ്ങളൊക്കെയാണ്. ഈ മഴ പെയ്യണ്, വെയിലറിക്കണ്, വർഷക്കാലമാണ്. എന്താ ചൂട്! ഇയാൾക്കൊന്നും എന്താ ചൂട്? ചൂട് ഇല്ലാത്തതിന് കല്യാണം. നമുക്കൊക്കെ പെരും ചൂടാണെന്ന്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഫൈജാസ്, നിങ്ങൾ കേട്ടോ. ഞാൻ ആ നടുവിൽ നിന്നിട്ട് നമസ്കരിച്ചത്. ഞാൻ വന്നപ്പോൾ ഇവർ കോഴിക്കോട്ടുകാർ മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങളാരും എത്തിയില്ല. എൻ്റെ തെറ്റാണ്, ഞാൻ നേരത്തെ എത്തിയതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ എന്താണ്ട് ഈ ഫാറ്റാണ്, ഏത് ഫാറ്റ് ഇട്ട് ഇത് തിരിയണില്ല. അതിൽ തിരിഞ്ഞെടുത്ത് അവിടെ നിസ്കരിച്ചു. അപ്പോൾ എനിക്കൊരു കറാത്ത് വന്നു. അതെന്താണ്? ഒരു മറമാണ് മുമ്പിൽ, നടുവിലൊന്നും നിസ്കരിക്കരുത്. സ്റ്റൂളൊന്നും വെച്ചാൽ വരാം. മതിലുണ്ടെങ്കിൽ മതിലാണ്. മതിൽ തൂണ് പോലത്തെ ഇളകാത്തതുണ്ടെങ്കിൽ സ്റ്റൂളിനും ഒന്നിനും പിന്നെ പ്രസക്തിയില്ല. ഞാൻ എത്ര വട്ടം പറയണം. അതൊന്നും ഇല്ലെങ്കിലാണ് സ്റ്റൂൾ പോലത്തെ 1 മുഴത്തിൻ്റെ 3ൽ 2 ഉയരം വേണം. ഒരു തൊപ്പിയൊന്നും വെച്ചാൽ, ഒരു മൊബൈലൊന്നും വെച്ചാൽ മറയാവില്ല. തൂണ് മറ്റുണ്ടെങ്കിൽ കത്തുണ്ട്, മുസല്ലുണ്ട്.
അതിൻ്റെ മുൻഗണനാക്രമം 4ആണ്. ഒന്ന് തൂണ് മതിൽ പോലത്തെ ഉറച്ചത്, രണ്ടാമത്തത് അങ്ങനെ അല്ലാതെ ഉറക്കാത്ത ഉയരമുള്ളത്, തൂണ് മനുഷ്യൻ ഒക്കെ പെട്ടു, അതിൽ വടി കുത്തിയച്ചതൊക്കെ പെട്ടു. മൂന്നാമത് മുസല്ല വിരിക്കുക, അതും ഇല്ലെങ്കിൽ ഒരു വര വരക്കുക. ഇതൊന്നുമില്ല നിൽക്കുക, അത് ശൈത്താനത്തോടുള്ള മറയാണെന്നാണ്. ഇന്ന് ഞാൻ എതിരെയുണ്ട്, അങ്ങനെ എനിക്ക് ചൂടെടുത്തിട്ട് നിങ്ങളോട് പറയാനേ, ഞാൻ ഈ ഫാൻ ഇടണം, എനിക്ക് ആ ഫാൻ്റെ നിങ്ങളാണ് സാധനം സ്വിച്ച് ഇടല്, ഞാൻ ഇടലില്ലല്ലോ, ഞാൻ ലാസ്റ്റല്ലേ വരല്. ഞാൻ അവരോട് പറഞ്ഞു ചെയ്തു, എനിക്ക് സ്വിച്ചൊന്നും അറിയില്ല. അപ്പോൾ നടുവത്തതാണ് തിരിയണത്. ഞാൻ അവിടെ നിന്നാണ് നിസ്കരിക്കും. എല്ലാ മസൽക്കും ഒരു ഉതിറുണ്ടാകുമ്പോൾ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു നിയതിൽ ഞാൻ കണ്ടാണ്ട് പൈജാസം പോയി നിസ്കരിക്കാൻ നിൽക്കേണ്ട വെച്ചിട്ടാണ് ഇപ്പം എന്നെ തിരുത്തണത്. സ്വിച്ചിൻ്റെ ഡേറ്റ് വെച്ചണോ? ഫാൻ നല്ലേ ഉള്ളൂ, ഇത്രാമത്തെ ഫാൻ ഒന്നുമില്ലല്ലോ. ഫാൻ എന്നുള്ളത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ തിരിഞ്ഞതൊക്കെ എനിക്ക് വേണ്ടത്. അങ്ങനെയാണല്ലോ നമുക്ക് ഉണ്ടായാലേ. നമ്മൾ പണ്ട് ബസ്സിന് പോയ കാലത്ത് അങ്ങനെയാണ്, നമ്മൾ എടുക്ക് പോകണമെന്ന കാര്യം നേരെ ഇതിൽ ബസ് ഇങ്ങനെ വന്നു കൊടുക്കും. നിങ്ങൾക്കൊക്കെ അല്ലേ നമ്മൾ പോകണമെന്നുള്ളത്, മറ്റൊരുത്തത് 3 പോയിട്ട് ഇങ്ങോട്ട് വരും അല്ലേ? അന്നമാർക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫാനല്ലാത്ത ഫാനൊക്കെ തിരിയാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ചൂടാണ്, വർഷക്കാലത്താണ് ഈ ചൂട്. ഇതൊക്കെ പണ്ടുണ്ടായിനു, ഈ കൊല്ലം പ്രത്യേകതല്ലേ. അപ്പോഴോ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ ഓർത്തോളി, ഇത് വിരിപ്പാക്കി തന്നവനെ കുറിച്ച് ഓർത്തോളി. ഇനി മഴ, ഒരു കൊല്ലം പെയ്യണ മഴയൊക്കെ പാടെ ചോരാതെ പെയ്ത എന്തൊക്കെ അവസ്ഥകൾ ചിന്തിച്ച് പോയിട്ടുണ്ടോ? മഴ പെയ്യണം, വെയിലറിക്കണം, ഇടക്കിടക്ക് പെയ്യണം, അപ്പോഴല്ലേ ശരിയുള്ളൂ. ഒക്കെപ്പാടെ പെയ്താലും ഇവിടെ പാർക്കാനൊന്നും പറ്റില്ല. ഒരു കൊല്ലം നമുക്ക് ആവശ്യം. എന്നോട് ഒരാൾ പറയാം ഇന്നലെ നാട്ടിൽ നിന്ന്, നമുക്കേ ആദ്യത്തിലും കുറച്ച് കിട്ടണം, അവസാനത്തിലും കുറച്ച് കിട്ടണം എന്നാണ്. ഞാനോട് പറഞ്ഞു, നിങ്ങൾ ബേജാറിന് അള്ള തരും കേട്ടോ പറഞ്ഞു. ഞാൻ എപ്പോഴും അതാ പറയില്ലേ, അള്ള തരും എന്ന് പറയും. ഞാൻ ഈ മയനെ പറ്റിയൊക്കെ ബേജാറ് പറഞ്ഞോട് ഞാൻ പറഞ്ഞു, അള്ള തരും കേട്ടോ, ഇന്ന് വരെ അള്ളാഹുതആല തന്നതിനാണ് തെളിവ് പറയും ഞാൻ. അപ്പോൾ അതിന് മറുപടി പറയുകയാണ് ഇയാൾ, അതിന് നമുക്ക് ആദ്യത്തിലും കുറച്ച് കിട്ടണം, അവസാനത്തിലും. ആ കിട്ടേണ്ട മാർക്കാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വന്നെന്ന് ഒരു നെട്ടിച്ചെല്ലാം അള്ളാഹുതആലക്ക് ഉണ്ടാവും ചിലപ്പോൾ, മര്യാദക്കല്ലേ ഞാലേ ഒരു പാഠം പഠിപ്പിക്കലുണ്ടാവും. അതിനൊക്കെ ഇഷ്ടംപോലെ ചാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അല്ലൊന്നും വേണ്ട, പടച്ചവനായിട്ട് നമുക്ക് അമേരിക്ക മതി എന്നവർക്കൊക്കെ നല്ലൊരു പാടല്ല പഠിപ്പിച്ചു കൊടുത്തില്ലേ? പൈജാസെ ഏറ്റവും വലിയ പടച്ചവൻ അമേരിക്കയാണ്, കഴിഞ്ഞിട്ടുള്ള അല്ല എന്നുള്ള ഇല്ലേ? ഓൽക്കൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല, ഇബ്രാഹിനാജിക്കൊന്നും ഇപ്പോഴും ഞങ്ങൾക്ക് അത്ര മനസ്സിലായാൽ മതി. ഓലെ വലുപ്പമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും അല്ല കാണിച്ചു കൊടുക്കും. ഓലൊക്കെ വിചാരം അമേരിക്കനെ കിട്ടിയാൽ പിന്നെ അവിടെ എത്തും. അപ്പോൾ അമേരിക്കനെ കൊണ്ട് തന്നെ കുടുങ്ങി പോകാൻ പറയാൻ ചെയ്തിട്ട് അമേരിക്ക അടി ഇറാനിൽ കൊടുത്താൽ നേരെ വില മൂത്താല കൊണ്ടായിട്ട് അടിക്കണേ. എന്താ കാരണം? അമേരിക്ക ഇവിടെ ഉണ്ട് പറഞ്ഞാണ് ഇല്ലേ? പൂതിയാണ് കഴിഞ്ഞോളൂ. ആണെങ്കിൽ ചിന്തിച്ചോളി. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇങ്ങോട്ട് നോക്കി, എല്ലാം അല്ലാഹു തആല നമുക്ക് വേണ്ടി ഒരുക്കി തന്നതാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഇവിടെ ഉഷ്ണതരംഗം, സൂര്യനിൽ നിന്ന് എത്രയോ അതിഗുരുതരമായ ശരീരത്തിലൊക്കെ തട്ടിയ അപ്പോൾ ക്യാൻസർ ഉണ്ടാണ് അതിരശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനൊക്കെ തടുക്കണത് ആരാ? ഓസോൺ പാളികൾ. ആരുണ്ടാക്കി വെച്ചത്? അമേരിക്ക ഉണ്ടാക്കി വെച്ചതാണോ? അല്ല, ഒരു അമേരിക്കനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയൂല. അതിന് വിള്ളൽ സംഭവിച്ചിട്ട് അതിൻ്റെ വിള്ളൽ അടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം പിന്നെ ലാസ്റ്റ് നിർദ്ദേശിച്ചത് ഇതാണ്: വർഷത്തിലൊരു ദിവസം ഓസോൺ ഡേ അല്ലേ? അതിനൊക്കെ കഴിയുള്ളൂ. ആരും പൊളിക്കരുത്, അത് പൊട്ടണ പണിയൊന്നും ആരും എടുക്കരുതെന്ന് പറയാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ, അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അവൻ ഏകനാണ്, അവൻ മാത്രമാണ് ആരാധന. ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് യഥാർത്ഥ രാജാധികാരമുള്ളത്. അധികാരം ഇവിടെ ഭരിക്കാനുള്ള അവകാശം അവനാണ്. ഓനിതൊക്കെ കഴിയുള്ളൂ. ഓനാണ് സൃഷ്ടിച്ചത്, ഓനാണ് പരിപാലിക്കുന്നത്. ഓൻ മായ തന്നില്ലെങ്കിൽ ഒരുത്തനെ കൊണ്ട് മായ തരാൻ കഴിയൂല. ഓൻ മായനെ നിർത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടായല്ലോ. ഞാൻ പാലപ്പാടുള്ള കൊല്ലാണ് പഠിച്ചവനെ, ഞാനൊക്കെ പേടിച്ചൊരു ചാക്ക് അരിയൊക്കെ വാങ്ങി പോയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പോയമ്മനൊക്കെ ഓർമ്മ. ഞാൻ പറയണത് മഴ നിൽക്കണ്ടേ, 2-3 ദിവസം ചോരാതെയാണ് പെയ്തു. പാലപ്പുറമൊക്കെ ഓരോ പേരങ്ങനെ മൂടിക്കൊണ്ടിരിക്കേനി. മറ്റേ പെരയിലും വെള്ളം, നമ്മളെ സാഹിബിൻ്റെ പെരയിലൊക്കെ വേഗം വെള്ളം വരും.
ആ പെരയിലും വെള്ളം വന്നു, ഈ പെരയിൽ വന്നു. ലാസ്റ്റ് നമ്മളെ തോപ്പിലെ കുഞ്ഞാപ്പോയിനോടൊക്കെ വെള്ളം കയറാൻ വേണ്ടി മുറ്റത്തെത്തിയതെന്നാണ്, സിറ്റൗട്ടുമുഖമൊക്കെ എത്തിയതെന്നാണ് അന്നത്തെ കഥ. ഓരോ പെര മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെരയത്തെ സാധനമൊക്കെ മുകളിൽ എടുത്തേക്കുക. ഈ മുഖ്യമന്ത്രിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പ്രധാനമന്ത്രിനെ കൊണ്ട് കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ കണ്ടില്ലേ എന്നാൽ അതൊക്കെ ഉണ്ടായത്, എന്താണ് ഇതിൻ്റെ പേര്, സുമാത്ര ദ്വീപിലുണ്ടായ ആ ഒരു തരം കണ്ടല്ലോ, സുനാമി. ഓടിയിട്ട് സ്ഥലം മതിയല്ലോ വിൽക്കൊന്നും. പണ്ടേ വായിച്ച അവിടെ ഭയങ്കര ഭൂമി കുലുക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ശാസ്ത്രജ്ഞന്മാരും ആളുകളൊക്കെ വന്നത്. അപ്പോൾ പിന്നെയും കുലുക്കുണ്ടായിട്ട് ഇവലും മണ്ടിയിട്ട് ഇവർക്ക് ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഒരു മണ്ടണ ഫോട്ടോ ഉണ്ടായിനി. ഓടുകയെന്ന് പറഞ്ഞാൽ പോരാ, അതിനൊക്കെ കഴിയുള്ളൂ. എത്ര വലിയ സത്യമാണ് മോമിനികളെ. ആ കാലൊന്നും അനക്കാതെ പറയണം കേട്ടോ. ആ സുബഹിസ്കരിച്ചപ്പോൾ സലാം വീട്ടിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കാല് വെച്ചിട്ട് അനക്കാതെ അനങ്ങാതെ ഒന്നും ഉരിയാടാതെ ലോ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി. അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് നമുക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കി തന്നതാണ്. നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി എന്നുള്ളത് വല്ലാത്തൊരു, ചിലർക്കൊന്നും അറിയില്ല. എല്ലാവരും ഇത് എല്ലാവർക്കും പാടുള്ളതാണ്, എല്ലാ ജീവികൾക്കും പാടുള്ളതാണ് എന്നുള്ളതാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാ ജീവികൾക്കും വേണ്ടിയുള്ളതാണോ? മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഇതിൻ്റെ സ്രഷ്ടാവ് പറയണത്. അല്ല, നിങ്ങളെ അഭിപ്രായം എന്താ? പറഞ്ഞോളി. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങളങ്ങനെ ബോധ്യപ്പെടാത്ത സമയമൊന്നും വേണ്ട. പൊതുവെ പറച്ചില്ല എല്ലാവർക്കും ഇവിടെ ഇതുണ്ട്, ആവാസ സ്വാതന്ത്ര്യം. ബിസ്മില്ലാ. എത്ര സ്ഥലത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാൻ ഒരു സ്ഥലം കേൾപ്പിച്ചു തരാം. അബസ സൂറത്തിൽ അല്ലാഹു തആല പറയണത് ഒക്കെ നോട്ട് ചെയ്തെക്കേണ്ട ആയത്തുകളാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കേണ്ട ആയത്തുകളാണ് അതൊക്കെ. എന്നാൽ അവിടെ മാത്രമല്ല, എവിടെയാണ് നിങ്ങൾക്ക് ഓതി തരേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അബസയിൽ ഇങ്ങനെയാണ് പറയണത്, ഇങ്ങോട്ട് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാം ഫലിക്കൽ ഇൻസാനോ, ഞാൻ അതിൻ്റെ ഒരു നടുവെന്നാണ് ഓതുന്നത്. കുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. മാ അക്ഫറ, അവനെ ഇത്ര നന്ദി കെട്ടവനാക്കിയത് എന്താണ്? മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തൊരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു തആല അവനെ സൃഷ്ടിച്ചത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു, ആ വളരെ നിസാരമായ ശുക്ലകണത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ സ്ഥലത്ത് പറഞ്ഞത് ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൻ്റെ സത്തിൽ നിന്നാണ്. ഈ ശുക്ലമായിട്ട് ഇങ്ങോട്ട് സ്രവിക്കണ അതിൽ നിന്നല്ല, അതിൻ്റെ സത്ത്. ഒരു അണു, ഒരു ബീജം, കോടിക്കണക്കിന് ബീജങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരൊറ്റ ബീജം. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയുള്ള ഒരു തരയും തലച്ചോറും ഹാർട്ടും പല്ലും എല്ലും ഒക്കെ ഉള്ള ഒരു സംഗതിയാവുന്നുള്ളത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുത്തനെ കൊണ്ടും പറയാൻ കഴിയില്ല. അങ്ങനത്തെ വളരെ നിസാരപ്പെട്ട ഒന്നിൽ നിന്ന് സൃഷ്ടിച്ചു. ഫഖദ്ദറഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു, സൃഷ്ടിക്കുകയും അവൻ്റെ ഭാവി ഭാഗധേയങ്ങൾ അല്ലാഹു തആല തീരുമാനിക്കുകയും ചെയ്തു. സുമ്മ സബീല യസറ, പിന്നെ ഒരു വഴി അവൻ അല്ലാഹു എളുപ്പാക്കി കൊടുത്തു. അതിന് രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, ഗർഭപാത്രത്തിൽ നിന്നേ ഇതിങ്ങനെ 10 കഴിഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണം കഴിച്ചണോ? നിങ്ങൾ മനസ്സിലായിക്കോളും. പോകെ പ്രസവമൊക്കെ ഉണ്ടാകുമ്പോൾ ആശുപത്രി ഇങ്ങനെ സലാമത്ത് സലാമത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമയമുണ്ട്. പയ്യാസ് കല്യാണം കഴിച്ചണോ? അല്ലാഹു തആല നല്ല നല്ല സ്വാലിഹത്തായ ഇണകളെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ചെറുപ്പക്കാരും ഇപ്പം അതിനും വേണ്ടി ദ്വാരക്കാൻ പറയും. ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു രംഗാണ്. മുമ്പ് നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബേജാറാവും. പിന്നെ അല്ലാഹു തആല ആ കുട്ടിക്ക് വയറ്റിന്ന് പോരാനുള്ളൊരു വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുത്തതാണ്. മിഞ്ഞാന്നാളെങ്കിൽ വിളിച്ചിന് ഭയങ്കര പ്രശ്നമെന്ന് പറയേണ്ട ഉസ്താദെ, നിങ്ങൾ ദ്വാരക്കിന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു സലാമത്തായിനാണ്, ഓപ്പറേഷനും വേണ്ടിയിരുന്നില്ല, ഒന്നും വേണ്ടിയിരുന്നില്ല, അല്ലാഹു എളുപ്പമാക്കി തരാണ്. സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു, പിന്നെ സുമ്മ സബീല യസ്സർക്ക് വേറെ അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? ജീവിതമാർഗം എളുപ്പമാക്കി തന്നു. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നാട്ടിൽ ആയിരക്കണക്കിന് വീടുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ മൈഷത്താണ് അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നത്. ചിന്തിക്കാണ്ടല്ലേ? നിങ്ങളതൊന്നും ചിന്തിച്ച് നോക്കിയില്ല? ഇപ്പോൾ പല പല വഴികളും അല്ലാഹു തആല ഓരോരുത്തർക്ക് തുറന്നു കൊടുത്ത് ചെയ്താണ്.
നല്ല പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റിയ മാർഗങ്ങൾ അല്ലേ? ഓരോ വഴികളാണ് ഓരോരുത്തർക്ക്, വ്യത്യസ്ത വഴികളാണ്. ആളുകൾക്ക് വ്യത്യസ്ത തോന്നലാണ്. ഇന്ന വഴിയാണ് നല്ലതെന്ന് ഓരോരുത്തർക്കാണ് തോന്നുകയാണ്. എല്ലാവരും ഒരു ഭാഗത്തേക്ക് തിരിയാണ്. എന്തേക്കാരുടെ സ്ഥിതികൾ എന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പോട്ടെ. അങ്ങനെ തുമ്മ അമാത്തോ, പിന്നെ അള്ളാഹു തആല അവനെ മരിപ്പിച്ചു. ഫഅഖബറോ, അവനെ കബറടക്കുകയും ചെയ്തു. മരിപ്പിക്കണോ അല്ലയാണ് കബറടക്കാനുള്ള സൗകര്യം ഈ ഭൂമിയൊക്കെ അള്ളാഹു ഒരുക്കി തന്നതല്ലേ പടച്ചവനെ, ആലോചിക്കണ്ടേ. സുമ്മ ഇതാ ഷാ അൻഷറാബി, ഇനി ഒരു നാൾ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെന്നിൽപ്പിക്കുകയും ചെയ്യും. മരിച്ചു മണ്ണായി പോയവൻ അള്ളാഹു തആല കല്ലാ ലമ്മ യഖ്ലിമ അമറ, പക്ഷേ മനുഷ്യൻ അവരോട് അനുശാസിച്ചതൊന്നും വീട്ടിയിട്ടില്ല, നന്ദി ചെയ്തിട്ടില്ല, പറഞ്ഞവർക്ക് അവൻ ചെയ്തിട്ടില്ല. ഫൽയൻദുറുൽ ഇൻസാനു ഇലാ തുഅമി, മനുഷ്യൻ അവൻ്റെ അന്നത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. ഓരോ സമയത്തും ഫുഡിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ വിഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. എന്താ? അന്നാ സബബ്നൽ മാ അസബ്ബ, നാമാണ് ആകാശത്തിൽ നിന്ന് വെള്ളം കണ്ട് ചൊരിച്ചത്. അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടായത്. ആ വെള്ളം ആകാശത്തു നിന്ന് കണ്ടു ഇല്ലെങ്കിൽ ഇതൊന്നും ഈ ടേബിളുമോ കാണുന്ന ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ആ മാർക്കറ്റിലുണ്ടല്ലോ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നോടെ. സുമ്മ ശക്കക്കനൽ അള്ള ശക്ക, പിന്നെ ഭൂമിനെ നാം കീറി. ഭൂമിനെ നെല്ലിൻ്റെ മണി വെത്ത് ഭൂമിക്കിട്ടാൽ ആ ഭൂമി കീറി, നെല്ലിൻ്റെ ഭൂമിയൊക്കെ കീറിയിട്ട് ആ ധാന്യത്തിൻ്റെ കൂമ്പുണ്ടല്ലോ, അത് അള്ളാൻ്റെ കൈവാണ്. ഫഅംബത്നാ ഫിഹാ ഹബ്ബൻ, അങ്ങനെ ആ ഭൂമിയിൽ നാം ധാന്യങ്ങൾ മുളപ്പിച്ചു. വൈനബൻ, മുന്തിരി, വ കള്ളുബൻ, പച്ചക്കറികൾ, വ സൈത്തൂനൻ, ഒലീവ്, വ നഖലൻ, ഈത്തപ്പഴം, വ ഹദായിക ഗുൽബ, നിബിഡമായ തോട്ടങ്ങൾ, വ ഫാക്കിഹത്തൻ വ അബ്ബ, ഫ്രൂട്ട്സുകളും ഇലകളും. അബ്ബ് ഇലകളായിട്ടുള്ളത് വേണ്ടേ? അറബിയുടെ ഫുഡ് പറയുമ്പോഴൊക്കെ എല്ലാവരും പറയും കുറേ ഇല ഒന്നും. ഇപ്പോൾ കണ്ടാണ്ട് നമ്മൾ കുറച്ച് തുടങ്ങിയാണ്. അബ്ബ് മുറിച്ചെടുക്കണ ഇലകൾ, പുല്ലുകൾ, പുല്ലും അതിൻ്റെ അർത്ഥമുണ്ട്. മതാല്ലക്കും വലിയ അന്നാമിക്കും, നിങ്ങൾക്കും നിങ്ങളെ കന്നുകാലികൾക്കും. കന്നുകാലികൾക്കുള്ളതുണ്ട്, അത് നിങ്ങളെ കന്നുകാലികളാണ്. അവിടെയാണ് എൻ്റെ പ്രയോഗം. ഈ കന്നുകാലികളും നമുക്കുള്ളതാണ്. കന്നുകാലികൾ അവരുടേതല്ല, നമ്മുടേതാണ്. നമുക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ആ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച കന്നുകാലികളെ ഭക്ഷണം നമ്മളെല്ലാം ഉണ്ടാക്കണം. ആരാ ഉണ്ടാക്കണേ? അള്ളാഹ് ഉണ്ടാക്കി തരാണ്. എന്താ അവനൊന്ന് ആലോചിച്ചൂടെ? എന്താ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കാത്തോ നന്ദി ചെയ്യാത്തോ എന്നാണ് ചോദിക്കണത്. അപ്പം ഞമ്മക്കാണ് കന്നുകാലികൾ. ഇനി കന്നുകാലികളല്ലാത്ത എന്തിവിടെ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഒക്കെ അള്ളാഹു തആല നമുക്ക് വേണ്ടി ഒരുക്കിയതാണ്. പാമ്പ് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ഓതുന്ന കാലത്ത് ഉസ്താദിനോട് ചോദിച്ചു, പാമ്പുകൊണ്ടത്തെ നമുക്ക് കാര്യം പഠിച്ചവനേന്ന്. ഉസ്താദ് നരകത്തിൽ പാമ്പുണ്ട് പറയുമ്പോൾ ഒരു പേടി വരുന്നുണ്ടോ ചോദിച്ചു. അല്ല ഉസ്താദ് അന്നത്തെ ഒരു രസം പറഞ്ഞതാണ്. ഇന്നിപ്പോൾ അതിലാറെ കണ്ടുപിടിച്ചു അല്ലേ ജഹീർ ഷാ. ഈ പാമ്പിൻ്റെ ശ്വാസോച്ഛ്വാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൻ്റെ പല വിമലീകരണങ്ങളൊക്കെ നടക്കേണ്ടതെന്നാണ് പറയുന്നത്. പാമ്പുകൾ വേണമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കാലിൻ്റെ അടിയിലൊക്കെ അതുണ്ട്, കടിച്ചണമെന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടില്ല കടി നടക്കണം. എത്ര വട്ടം ഞാൻ പാമ്പിനെ ചവിട്ടേണ്ട സംഗതിൻ്റെ കഴിയുന്ന കാര്യങ്ങൾ. ടോർച്ചാണ്ട് അടിച്ചിട്ട് തലയിൽ പാമ്പിൻ്റെ ചവിട്ടി എന്നോ ഞാനൊക്കെ പണിയേണ്ട ആളാണ്. ആ എത്രയോ സന്ദർഭത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടല്ലോ നമ്മുടെ അടിയിലൊക്കെ, കടിക്കണില്ലല്ലോ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് മാത്രമേ ഉണ്ടാകണുള്ളൂ. ഈ കൊല്ലമാണ് ഇപ്പോൾ കാര്യമായിട്ട് ഉണ്ടായത്. അത് ചൂടൊക്കെ കൂടിയിട്ട് അതിനും കാരണം ചൂട് കൂടുതൽ തന്നെയാണ്. നോക്കിയാൽ നിങ്ങൾ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഈ ചൂടൊന്നും ഇങ്ങനെ കൂടാതെ അള്ളാഹുത്തല്ലേ നമുക്ക് എന്നും റെഡിയാക്കി തന്നതെന്നുള്ളത്. ഇത് കൂടുകയാണെങ്കിൽ എന്തെല്ലാം കട്ടകാലാണ് വരാൻ പോകണമെന്ന് അപ്പം ചിന്തിക്കണം ഇല്ലേ? ചിന്തിക്കാല്ലേ? അതിലൊക്കെ പാമ്പുകളൊക്കെ മാളത്തുനിന്ന് പുറത്തിറങ്ങി ചൂടുകൊണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ്. ഞാനെപ്പോഴും പറയലുണ്ട്, പോത്തുകളൊക്കെ നമുക്ക് അറുത്ത് തിന്നാം, പക്ഷേ അള്ളാഹ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടൊരു ശുക്റുമാണ്, ഒരു അൽഹംദുലില്ലാഹ് പറയണം. അപ്പോഴാണത് ഒരു ബിസ്മില്ലാഹി പറഞ്ഞ് തിന്നണം. അവിടെ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറയും വേണം. ബിരിയാണിയൊക്കെ തിന്നിട്ട് 2 നിക്കാനപ്പോൾ എനിക്ക് പോകാനുള്ളത്. കൊയമ്പോ നോക്കൊക്കെ ഉണ്ടാവും അല്ലേ? ഫുഡുണ്ടാവും. അപ്പോഴൊക്കെ ഒന്ന് ഓർക്കണം. നമുക്ക് കല്യാണമൊക്കെ നിശ്ചയിച്ചാൽ മതി, മാർക്കറ്റിൽ ചെന്നാൽ മതി. ഏത് ബിരിയാണി വെക്കളയുള്ള സാധനക്കോടെ ഉണ്ടാവും. അതൊക്കെ റബ്ബ് ഒരുക്കി തന്നാണ്. അത് അള്ളാഹ് ഒരുക്കിയില്ല. ഒരുത്തിനെ കൊണ്ടും തരാൻ, ഒരു മണി അരി തരാൻ ഒരുത്തിനെ കൊണ്ടും കഴിയില്ല. ഒക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നായിനെ കൊല്ലാം. നായി നമുക്ക് എന്താ പറയണറിയോ? ഉപദ്രവകരമായിട്ടുള്ള പട്ടികളെ കൊല്ലാം. മനുഷ്യനെ കടിച്ച് ശല്യം ഉണ്ടാക്കണേ കൊല്ലാം.
വളർത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേട്ടയാടാനൊക്കെ പറ്റിയ നായയാണെങ്കിൽ നമുക്ക് വളർത്താം. നമ്മളെ സ്വത്ത് കാക്കാൻ പറ്റിയ നായയാണെങ്കിൽ വളർത്താം. പിന്നെ നായ്ക്കളെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും നടത്തുന്നുണ്ടില്ലേ, പല കേസ് തെളിയിക്കാനൊക്കെ വളർത്താൻ പറ്റിയ കോലാണ്. ആ വേട്ടക്കുള്ള നായ്ക്കളെ ഒരു കഥ നിങ്ങൾക്ക് കേൾക്കണോ? ഒരു നായ് പോയിട്ടൊരു മുയലിനെ നമുക്ക് പിടിച്ചിങ്ങനെ കൊണ്ടുവന്ന് അറക്കാതെ നമുക്ക് തിന്നാം. കേട്ടണോ? കോഴിക്കോട് നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ. അറക്കൊന്നും വേണ്ട. ആ മുയലിനെ ആര് പിടിച്ചാണ്ട്, നായ് പിടിച്ചാണ്ട് കൊന്നി നമുക്ക് കൊണ്ടുവന്നു. നായ് അറുത്ത് നമുക്ക് തിന്നാ. അല്ല, ജീവനുണ്ടെങ്കിൽ നമ്മൾ അറക്കും വേണം കേട്ടോ. ജീവത്തോടു കൂടെ കൊണ്ടുവന്നു ഇറക്കാൻ ചമ്മയുണ്ടായിന്. അപ്പോൾ ഇങ്ങനെ തൊള്ളിയും കാട്ടി ഇന്ന് കത്തിയൊക്കെ ഊരി ഇങ്ങനെ പിടി വലിച്ച് നിന്നു. ജീവൻ പോയി. ഇന്ന് തിന്നാൻ പറ്റില്ല. എനിക്ക് മുഅല്ലമായ നായ, പരിശീലനം നൽകപ്പെട്ട ഇൽമുള്ള നായ. ഇൽമിൻ്റെ മാത്രം കൊണ്ട് ബനാത്ത് പോലെ പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പോയിൻ്റാണ്. ഒരു നായ പോലും മുഅല്ലമാണെങ്കിൽ അതർത്ഥം നമുക്ക് തിന്നാ. ഇൽമിൻ്റെ മാത്രം. കൽബുൻ മുഅല്ലം എന്നാണ് പറയാം അല്ലേ. മുഅല്ലിമല്ല, മുഅല്ലിമ് പഠിപ്പിക്കുന്നവൻ, മുഅല്ലം പഠിപ്പിക്കപ്പെട്ടത്. അല്ലാതെ നമുക്ക് കൊല്ലാം, മൂട്ടനെ കൊല്ലാം, കൊതുവിനെ കൊല്ലാം, എല്ലാത്തിനും കൊല്ലാം. മുട്ടനെ കരിച്ച് കൊല്ലാൻ പറ്റും. പണ്ടൊക്കെ വാപ്പാരൊക്കെ അങ്ങനെയാണ്. ആ കട്ടിലൊക്കെ വിളക്ക് ഇങ്ങനെ കാശിറ്റും വിളക്കൊക്കെ കത്തിച്ചതിൻ്റെ കാലുണ്ടായി. വിൽക്കുന്നതും അറിയില്ല, കോയമൂലൊന്നും അറിയില്ല. കടക്കണതിന് മുമ്പ് ആ കട്ടിലിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാട്ടിയിട്ട് ഇങ്ങനെ ഇല്ലേ കുഞ്ഞോജി അങ്ങനെ കൊല്ലുന്ന കാലൊക്കെയാണ്. പറ്റുമല്ലേ എന്ന് വരെ ചർച്ച ഉണ്ട്. വേറെ മാർഗ്ഗമൊന്നുമില്ല, അങ്ങനെ കൊല്ലാന്ന് പറയുന്നുണ്ട്. കരിക്കൽ അത്ര നല്ലതല്ല. വേറൊരു ഗത്യന്തരമില്ല. ഞാൻ കരിച്ചുകൊണ്ട് എന്താക്കാം? ആ കരിച്ച് കൊല്ലണമാർക്ക് തന്നെയാണ് ഈ തീ കൊണ്ട് പ്രവർത്തിക്കുന്ന വെടിയൊക്കെ ഉണ്ടല്ലോ, അതൊരു കരിക്കൽ പരിപാടിയാണ്. അതൊന്നും ദുർവത്തില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാക്കനെയും മുയലിനെയും പിന്നെ കൊക്കിനൊക്കെ വെടി വെക്കുമ്പോൾ തീ കൊണ്ടുള്ള പരിപാടിയുള്ള വെടിയൊന്നും പാടില്ല എന്നാണ്. അല്ലാത്ത വെടിയൊക്കെ വെച്ച് അതിന് വീണ് നമ്മൾ അർത്താണ് നമുക്ക് തിന്നാം. അങ്ങനെ അറിവിൻ്റെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ നായനെ അത്രയും വലിയ നമുക്ക് ഉപകാരത്തിന് വേണ്ടി അല്ലാതെ പടച്ച തന്നെയാണ്. ആ ഉപദ്രവമായിട്ട് മാറുമ്പോൾ കൊല്ലാം. മൂരിനെയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് വളർത്തി അതിൻ്റെ പരമാവധി കന്നുകൂട്ടലും അതിൻ്റെ എല്ലാ ഉപയോഗം കഴിഞ്ഞ് ലാസ്റ്റിനെ എന്താക്കാം? അറുത്ത് തിന്ന അതിൻ്റെ തോല് നമുക്കെടുക്കാം. എല്ലാം നമുക്ക് വേണ്ടിയുള്ള. അതിൻ്റെ ചാണകം നമുക്കുള്ളതാണ്, പാല് നമുക്കുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അല്ലാഹു തആല. അപ്പോൾ മനുഷ്യൻ്റെ പദവി എത്രയാണ്? ഈ പ്രപഞ്ചന്മാർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാഹു തആല എന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ പറയുന്നു. അതിൽ നമ്മൾ നോക്കണ്ട്. ഇങ്ങോട്ട് നിങ്ങൾ അവനെ നിഷേധിക്കണോ എന്നൊരു ചോദ്യം. അവനെല്ലാം അറിയുന്ന അഭിജ്ഞനാണ്, സർവജ്ഞനാണ്. അവനെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്നുള്ള ചോദ്യം ഈ കൂട്ടത്തിൽ ചേർത്തി വെക്കണം. ഒരിക്കലും നമ്മൾ നിഷേധിക്കല. നമ്മൾ അള്ളാൻ്റെ കൂടെ ജീവിക്കുകയാണ്. മൂസാ നബി പറഞ്ഞ പോലെ എൻ്റെ റബ്ബൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഉറങ്ങുമ്പോൾ പറയാണ് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റബ്ബു. പടച്ചോനെ, നിൻ്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്തിട്ട് ഞാൻ കിടക്കുകയാണ്. നീ എനിക്ക് കൃപ ചെയ്തെങ്കിൽ മാത്രമേ ഉണരാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് നീച്ചുമ്പോൾ പറയാം അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ഉറങ്ങണത് വരെ ഓരോ വണ്ടി കയറുമ്പോഴും വെള്ളം ഉപയോഗിക്കുമ്പോഴും ഭക്ഷണം ഉപയോഗിക്കുമ്പോഴും എന്തെങ്കിലും നിയമത്തുണ്ടാകുമ്പോഴും എന്താ പറയണ്ടേ? മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. നിയമത്തുണ്ടാകുമ്പോൾ പറയണം ഞാൻ അധ്വാനിച്ചിട്ടാണ്, ഞാൻ അന്ന് കച്ചവടം ചെയ്തിട്ടാണ്, എൻ്റെ ഇതുകൊണ്ടാണെന്നല്ല. അല്ല തന്നോ, അല്ല ഉദ്ദേശിച്ചതാണ്. വേറൊരു വൈകല്യം വേണം. അപ്പോൾ തന്നെ പറയാണ് അൽഹംദുലില്ലാ അല്ലദീ ആഫാനി മിമ്മബ്തലാക ബി. അങ്ങനെ ശുക്രായിട്ടും ഹംദായിട്ടും ദിക്റായിട്ടും അങ്ങനെ ഉറങ്ങണത് വരെ അള്ളാൻ്റെ കൂടെയാണ് പിന്നെ ഒരു മോമിനായിരിക്കുന്ന മനുഷ്യൻ ജീവിക്കുക. ഓരോ ഇളക്കത്തിലും അനക്കത്തിലും അള്ളാനെ കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് ഈമാനികമായ ജീവിതം. അതാണ് ഏറ്റവും റാഹത്തുള്ള ജീവിതം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകേണ്ട ടൈമായി. 10:30 നിൽക്കാ. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചോളി നിന്ന് പറയണില്ല. ചാൻ കഴിയണ്ടോ? അത് വേണ്ടോ? ആയിക്കോട്ടെ. കഴിഞ്ഞ ഒരാൾ മരണപ്പെട്ട വല്യമ്മക്കും വേണ്ടി ദ്വേർക്കാൻ വേണ്ടി ചായം കടയൊക്കെ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹ് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല കുടുംബത്തിൽ നിന്നത് സ്വീകരിച്ച് അതിൻ്റെ വല്യമ്മക്ക് അതിൻ്റെ മിസ്ലുൽ സവാബ് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ചായ അടിച്ചിട്ട് പോകണം. പിന്നെ ഞാൻ ഒരു മസല പറയാം. ഞാൻ നേരത്തെ ഒരു വിഷയം പറഞ്ഞല്ലോ, സിക്കത്തിൻ്റെ ഒരു മസല ഉണ്ടല്ലോ. ചാക്കുട്ടി എന്നാണ് അതിന് പറയാം പഴയ ഉസ്താദന്മാരൊക്കെ. സിക്കത്ത് അതായത് പ്രായമാകാതെ വീണ കുട്ടിക്കാണ് സക്കത്താന വീണു എന്നാണ്.
അപ്പോൾ ഈ ജനിക്കുന്ന സമയത്ത് ജീവല്ലാതെ ജനിക്കുന്ന കുട്ടികളെ വിധി ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ചെയ്യണമൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ജുമ്മയൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് 4 മാസമായിട്ടുള്ളൂ, എന്താ നിസ്കരിച്ചണോ കുളിപ്പിച്ചണോ? അപ്പോൾ ഒന്ന് പ്രസവിച്ച് വീണപ്പോൾ ജീവനുണ്ടോ? അവൻ പ്രസവിച്ചിട്ടില്ലേ, എടുക്കാൻ നിൽക്കുകയാണ് കയറിയാണ്ടേ 4 മാസമുള്ള കുട്ടിനെ. അപ്പോഴല്ലേ സംഗതി മനസ്സിലായത്. ആദ്യം പറയുന്നത് അങ്ങനെ എടുക്കരുത്, അതെങ്ങനെയുള്ള ഉദ്ദേശന്മാർക്ക് പെറ്റ് വരട്ടെ, പ്രസവിച്ച് വിൽക്കട്ടെ അത്. പിന്നെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ജീവനില്ലെങ്കിൽ ജീവൻ്റെ ഒരു അടയാളം കാട്ടില്ല, കരയുകയോ ശബ്ദിക്കുകയോ ഒന്നും ചെയ്തില്ല, ഒന്ന് കയ്യും കാലോട്ട് അടിക്കുകയൊന്നും ചെയ്തില്ല, ജീവൻ്റെ ഒരു അടയാളം കാട്ടില്ല, എന്നാൽ അതിനെ നിസ്കരിക്കണ്ട, നിസ്കരിക്കരുതെന്നാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത്. 9 മാസമായാൽ പോലും നിസ്കരിക്കരുതെന്നാണ്. റംലി ഇമാം 6 മാസമായാൽ നിസ്കരിക്കണം എന്നുള്ള അഭിപ്രായമാണ് റംലി ഇമാം. 2 അഭിപ്രായങ്ങളുണ്ട് ഷാഫി മദ്ഹബിൽ. നമ്മൾ നിൽക്കുന്നത് ഇബ്നു ഹജറിൻ്റെ കൂടെയാണല്ലോ, നമ്മൾ ശൈഖുനാൻ്റെ ഒപ്പം. ഭയങ്കര മഹാനാണ് അദ്ദേഹം, അതാണ് പറയണത്. അതേ സ്ഥാനത്ത് 4 മാസമൊക്കെ ആയി ഒരു മനുഷ്യരൂപം പ്രാപിച്ചു, ജീവൻ ഉണ്ടായിട്ടില്ല, 6 മാസമായിട്ടില്ല എങ്കിൽ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറവ് ചെയ്യണം, നിസ്കരിക്കരുത്. എത്ര മാസമാകുമ്പോൾ? റൂഹ് ഊതുന്ന സമയം ഉണ്ടല്ലോ 4 മാസം, അതായി മനുഷ്യരൂപത്തിലായണമെങ്കിൽ. അതിന് മുമ്പുള്ള രക്തക്കട്ടയോ മാംസക്കട്ടയോ ഒന്നും വേണ്ട. ഒരു നഖം വെട്ടിയാൽ മുടി കടത്താൽ കുഴിച്ചിടണമാർക്കുള്ള ഒരു സംഭവമേ ഉള്ളൂ. ആണെങ്കിൽ ഒരു കീറക്കണ്ടം കൊണ്ട് പൊതിഞ്ഞാണ്ട് ആളുകൾ വിചാരപ്പോൾ ചിലപ്പോൾ ഒരു കയ്യെടുക്കാനൊക്കെ പറയും, കാലൊക്കെ മുറിച്ച് മാറ്റണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ അത് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കണമെന്നുള്ള അഭിപ്രായമൊക്കെ ചോദിക്കുള്ളൂ ചില ആളുകൾ. ഒക്കെ പള്ളിപ്പറമ്പിൽ കുഴിച്ചിടണം എന്നുള്ള അഭിപ്രായമാണ്. മരിക്കാതെ ഒരിക്കലും മയ്യത്ത് നിസ്കാരവും മരിച്ച വിധിയും വരുന്നില്ല, മരിച്ചാലാണ്. അപ്പോൾ ഇത് മരിച്ചു എന്ന് പറയാൻ ജീവൻ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങൾ പറയണത് ജീവൻ ഉണ്ടായിട്ട് മരിക്കണം, അപ്പോഴാണ് നിസ്കാരം എന്തായുള്ളൂ, നിർബന്ധമാവുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 6 മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു ഗർഭത്തിൻ്റെ പരമാവധി കുറഞ്ഞ കാലയളവ് ശറഅ് നിശ്ചയിച്ചത് 6 മാസമാണ്. അത് നിങ്ങൾ നല്ലോണം അറിഞ്ഞിരിക്കണം. 9 മാസം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പെണ്ണെട്ടി 7ാമത്തെ മാസത്തിനോട് പ്രസവിച്ചു, അവിടെ നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, സംശയിക്കുക നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? 6 മാസം മതി. കുഞ്ഞു കേൾക്കുന്നുണ്ടോ? 6 മാസമാണ് ശറഅ് നിശ്ചയിച്ചത്. ഏറ്റവും ചുരുങ്ങിയ ഒരു ഭ്രൂണത്തിൻ്റെ കാലയളവ് 6 മാസം. ഞാനൊരു ഫത്വയിൽ ഇങ്ങനെ വായിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരാൾ ഒരു പെണ്ണിനെ ചെയ്തു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. പിന്നീട് ഒരു കുട്ടീനെ പ്രസവിച്ചു, 9 മാസം ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ കുട്ടി ഇവൻ്റെതാവോ? വലിയൊരു മുഫ്തി, മഹാനായൊരു മുഫ്തിന് കൊടുത്ത മറുപടി, ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് 6 മാസം 2 സെക്കൻഡും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പ്രസവിച്ചെങ്കിൽ അവൻ്റെ കുട്ടിയായിട്ട് കൂട്ടുന്നു. കാരണം 6 മാസമേ വേണ്ടതുള്ളൂ. പരമാവധി എത്ര വെച്ചതെന്നറിയോ? 4 കൊല്ലം വരെ ഒരു കുട്ടി വയറ്റിലുണ്ടാവാമെന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചാക്കുട്ടിൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ 4 മാസത്തിൻ്റെ മുമ്പ് രക്തക്കട്ട ഇറച്ചിക്കട്ടയൊക്കെ കാരണം, അപ്പോൾ അതൊരു കീറക്കണ്ടത്തിൽ പൊതിഞ്ഞ് കുഴിച്ചിടേണ്ടതേ ഉള്ളൂ. 4 മാസത്തിൻ്റെ ശേഷം റൂഹ് ഊതുന്ന സമയം കഴിഞ്ഞു, ഒരു മനുഷ്യരൂപമുണ്ട്, പ്രസവിച്ച് വീണപ്പോൾ ജീവൻ്റെ അടയാളം കാണിച്ചിട്ടില്ലെങ്കിൽ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറവ് ചെയ്യണം. ജീവൻ്റെ വല്ല ലക്ഷണം കാണിച്ചാൽ ഒന്ന് അനങ്ങുകയോ കയ്യും കാലോട്ട് അടിക്കുകയോ കരയുകയോ ശബ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുകയും വേണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ദുആ ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, വലിയ അർജൻറ്റുള്ളവർക്ക് ഒരു ചോദിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം, സമയമില്ല എന്നാലും കൂടിയിട്ട്. കഴിഞ്ഞാഴ്ച അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് കരീമാജിനോട് ഞാൻ പറഞ്ഞാണ്, കരീമാജി വിട്ടില്ല. എന്താ ചോദിച്ചോണ്ട് എന്തോ പറ്റിയെന്ന് നോപ്പര കരുതി, അങ്ങനെയൊന്നുമില്ല. അതങ്ങനത്തെ ഒരു വിഷയമൊന്നുമല്ല. നമുക്ക് പറയാം, നല്ല സമയം ഉണ്ടാവും പറയാം, അത് വിശദീകരിച്ച് പറയണം. അങ്ങനെ നല്ല സമയമുള്ളപ്പോൾ പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. അൽഹംദുലില്ലാ, അവിടെ വേറെ ചോദ്യം ഒന്നുമില്ല എന്ന് മനസ്സിലായി. അതാണിപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ള അറിയണ്ടേ.
എല്ലാവരും ചായച്ചിട്ട് പോകണം. നമ്മൾ ആ ഉമ്മാക്കടക്കം ദുആ ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ചെറിയൊരു ദുആ നടത്തി പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ്.